ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടി പറയാം കേട്ടോ. സോ നമ്മൾ ഇന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് എടുക്കാൻ പോകുന്നത് അല്ലേ, VBT ആൻഡ് ഹൈബ്രിഡൈസേഷൻ. നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, കുറേ പറയാനുണ്ട്. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കുറച്ച് ആൾക്കാരും കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതുവരെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ കുറേ പോർഷൻസ് പഠിച്ചു. അല്ലെ, കെമിക്കൽ ബോണ്ടിങ് ഇത്തിരി വലിയ ചാപ്റ്ററാണ്. കൂടാതെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. നീറ്റിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഇന്നലെ നമ്മൾ VSEPR, ഡൈപോൾ മൊമെൻറ്റ്, റെസണൻസ്, ബോണ്ട് പാരാമീറ്റേഴ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്ത് ചെയ്തു, ഒരു 35 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇൻ അൺഅക്കാഡമി ആപ്പ്. നിങ്ങൾക്ക് ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് റെക്കോർഡിംഗ് സെഷൻ കാണാം. അൺഅക്കാഡമി ആപ്പിൽ പോവുക, നിങ്ങൾ എൻ്റെ പേര് സെർച്ച് ചെയ്യുക, നിക്കിത. സോ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക അവിടെ. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓരോ ക്ലാസ്സും ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ നമ്മളിവിടെ കോൺസെപ്റ്റ്സ് ആണ് പഠിക്കുന്നത്, അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് ചെയ്യുന്നത്. സോ മെയിൻലി നിങ്ങൾക്ക് വേണ്ടത് കോൺസെപ്റ്റ് ആദ്യം പഠിക്കുക, പിന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡൈപോൾ മൊമെൻ്റ് ആയിരുന്നു അല്ലേ. ഡൈപോൾ മൊമെൻ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെഷനാണ് നമ്മൾ വെച്ചത്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡൈപോൾ മൊമെൻറ്റിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇന്നലെ നമ്മൾ ഡൈപോൾ മൊമെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് സെഷനിൽ. നിങ്ങൾക്ക് ഡൈപോൾ മൊമെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് VBT സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട് VBT? സോ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞു നിർത്തിയത് VBT സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലേ. സോ ഒരു സെഷനും കൂടെ നമുക്ക് MOT, ഹൈഡ്രജൻ ബോണ്ടിങ്, മെറ്റാലിക് ബോണ്ടിങ് കൂടി ഉണ്ട്. അത് നാളെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ ഡൺ. സോ വാട്ട് ഈസ് VBT തിയറി, അതായത് വാലൻസ് ബോണ്ട് തിയറി എന്താണ് പറയുന്നത്? വാലൻസ് ബോണ്ട് തിയറിയിലാണ് എങ്ങനെയാണ് കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്, എന്താണ് കൊവാലൻ്റ് ബോണ്ടിൻ്റെ മെക്കാനിസം, എങ്ങനെയാണ് കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്, വിച്ച് മീൻസ് ഇവിടെ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ നമുക്ക് എന്തുണ്ട്, ഹൈബ്രിഡൈസേഷൻ പഠിക്കാണ്ട് എങ്ങനെയാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്, ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെയാണ് സ്പേസിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ് ഇന്ന മോളിക്യൂളിൽ ഇന്ന ഷേപ്പ് കിട്ടുന്നത്. സോ ഇതൊക്കെ VBT എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ്, കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ partial overlapping of two atomic orbitals.
നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഓർബിറ്റൽസിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കൊവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്തത്. കൊവാലൻറ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ പാർഷ്യൽ ഓവർലാപ്പിംഗ് ഓഫ് 2 അറ്റോമിക് ഓർബിറ്റൽസ്. 2 അറ്റോമിക് ഓർബിറ്റൽസ് ബേസിക് ആയിട്ടുള്ളതാണ്. 2 അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, കൊവാലൻറ്റ് ബോണ്ട് ഉണ്ടാവുന്നത്. ഈ 2 അറ്റോമിക് ഓർബിറ്റൽ എന്തുണ്ടാവണം, നമ്മളിപ്പോൾ പറയാണ് അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രോൺ ഉണ്ടാവണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് 2 ഹൈഡ്രജൻ ആറ്റം ഓവർലാപ്പ് ചെയ്ത് ഒരു H2 മോളിക്യൂൾ ഉണ്ടാവുന്നത്. സി ഹൈഡ്രജൻ ആറ്റത്തിലെ വാലൻസ് ഷെൽ ഏതാണ്, 1s അല്ലേ. 1sൽ എന്തുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. സോ ഇതിലുള്ള ഒരു ഇലക്ട്രോൺ അഗെയിൻ ഇത് രണ്ടാമത്തെ ഹൈഡ്രജൻ്റെ 1s അല്ലേ. സോ ഇവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. സി ഈ 2 ഇലക്ട്രോൺ ഞാൻ വരച്ച് സ്പിന്നൊന്ന് നോക്കിക്കേ, ഓപ്പോസിറ്റ് സ്പിന്നല്ലേ അല്ലേ. നമ്മൾ അറ്റോമിക് ഓർബിറ്റലിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കണം ഇലക്ട്രോൺസിന് ഉണ്ടാവേണ്ടത്. ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺ ആണെങ്കിൽ ആ 2 ഇലക്ട്രോണും ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലേ. സോ ഇത് രണ്ടും എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. ഈ 2 1s ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്ത് ഇതാണ് എന്ത്, ഓവർലാപ്പിംഗ് ഏരിയ. അല്ലെങ്കിൽ ഇവിടെയാണ് ഈ 2 ഇലക്ട്രോൺസിനെയും കാണാനുള്ള പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ. ദിസ് ഈസ് ദി overlapping area, or this is the area where probability of finding electron is maximum. Okay, ഇതാണ് എന്ത്, overlapping region, and this is the molecular axis. Generally molecular axis എടുക്കുന്നത് z ആക്സിസിലാണ്. ഓക്കെ, z ആക്സിസിലാണ് ജനറലി മോളിക്കുലാർ ആക്സിസ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടേണ്ടത്. 2 അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു. സോ ഓവർലാപ്പ് ചെയ്യുന്നു. ഇവിടെ എന്താണ്, ദിസ് ഈസ് ദ ഓവർലാപ്പിംഗ് ഏരിയ. സോ അല്ലെങ്കിൽ എന്താണ് ഈ ഓവർലാപ്പിംഗ്, ദിസ് ഈസ് ദ മേർജിങ് അല്ലെങ്കിൽ ഒരു അറ്റോമിക് ഓർബിറ്റൽ മറ്റ് അറ്റോമിക് ഓർബിറ്റലിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറുകയാണ്. റൈറ്റ്. സോ ദിസ് ഈസ് ദി ഓവർലാപ്പിംഗ് ഏരിയ. ഇവിടെയാണ് ഈ 2 ഇലക്ട്രോൺസിനും കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു 2 അറ്റോമിക് ഓർബിറ്റൽസ് അടുത്തടുത്തേക്ക് വരികയാണ്. സി ഇതെന്താണ്, ഇത് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലാണല്ലേ. സോ ഇവിടെ എന്തുണ്ട്, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, ഇതിന് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ. ഇനി ഞാൻ പറയാം, സോ ഇത് എ ആറ്റമായിട്ട് എടുക്കുകയാണ്, ഇത് ബി ആറ്റമായിട്ട് എടുക്കുകയാണ്. സോ ഈ 2 അറ്റോമിക് ഓർബിറ്റൽ അല്ലെങ്കിൽ ഈ 2 ആറ്റംസും അടുത്തടുത്ത് വരുമ്പോൾ ഇവിടെ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ടാവാം, ഏതൊക്കെ ഫോഴ്സസ് ഉണ്ടാവാം. ന്യൂക്ലിയസ് എ ആറ്റത്തിന് എന്തൊക്കെയുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെയും ഇലക്ട്രോൺ ഉണ്ട്. സോ ദർ വിൽ ബി അട്രാക്റ്റീവ് ഫോഴ്സസ് ആൻഡ് ദർ വിൽ ബി റിപ്പൾസീവ് ഫോഴ്സസ് അല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സസും ഉണ്ടാവാം, റിപ്പൾസീവ് ഫോഴ്സസും ഉണ്ടല്ലേ. ഏതൊക്കെ തമ്മിലാണ് അട്രാക്റ്റ് ചെയ്യുക, ഏതൊക്കെ തമ്മിലാണ് അതായത് റിപ്പൾഷൻ നടക്കുക, പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഏതൊക്കെ തമ്മിലാണ് അട്രാക്ഷൻ നടക്കുക, ഏതൊക്കെ തമ്മിലാണ് റിപ്പൾഷൻ നടക്കുക. സി ന്യൂക്ലിയസ് എയുടെ ന്യൂക്ലിയസിന് ആരോട് അട്രാക്ഷൻ ഉണ്ടാവും, എയുടെ ന്യൂക്ലിയസിനോട് അട്രാക്ഷൻ ഉണ്ടാവും. അഗെയിൻ ന്യൂക്ലിയസ് ബിക്ക് ആരോട് അട്രാക്ഷൻ ഉണ്ടാവും, ഇലക്ട്രോൺ ബിനോട് അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ ഇത് രണ്ടും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഈ 2 ആറ്റംസും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേറെ എന്തും കൂടെ ഉണ്ട്. ന്യൂക്ലിയസ് എക്ക് ബിയിലുള്ള ഇലക്ട്രോണിനോട് അട്രാക്ഷൻ വരില്ലേ, ബിക്കോസ് ദിസ് ഈസ് നെഗറ്റീവ് ചാർജ്, ദിസ് ഈസ് പോസിറ്റീവ് ചാർജ് അല്ലേ. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിന് ആരോട് അട്രാക്ഷൻ ഉണ്ടാവും, ഇലക്ട്രോൺസ് ബി ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിനോട് അട്രാക്ഷൻ ഉണ്ടാവും, ബിക്കോസ് ദേ ആർ കമ്മിങ് ക്ലോസ് ടു ഈച്ച് അതർ അല്ലേ. ആൻഡ് അഗെയിൻ ന്യൂക്ലിയസ് ബിക്ക് എയുടെ ഇലക്ട്രോണോടും
attraction ഉണ്ടാവും. So there will be attractive forces. There will be attractive forces between nucleus and electrons. അല്ലേ? ഇനി ഏതൊക്കെ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവാം? ഏതൊക്കെ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവാം? ന്യൂക്ലിയസ് എയും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എയും ബിയും എ ആറ്റവും ബി ആറ്റവും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസ് എയും ന്യൂക്ലിയസ് ബിയും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവില്ലേ? റിപ്പൽഷൻ ഉണ്ടാവില്ലേ? ബിക്കോസ് ദീസ് ബോത്ത് ആർ പോസിറ്റീവ് അല്ലേ? ആൻഡ് അഗെയിൻ ഇലക്ട്രോൺസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ എയും ഇലക്ട്രോൺ ബിയും തമ്മിൽ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സസ് ഉണ്ടാവും. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ന്യൂക്ലിയസ് റിപ്പൽഷൻ ഉണ്ടാവും, ഇലക്ട്രോൺ റിപ്പൽഷനും ഉണ്ടാവും അല്ലേ? 2 ആറ്റംസ് ആണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ അതിലുള്ള 2 ആറ്റത്തിലുള്ള ന്യൂക്ലിയസ് തമ്മിൽ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. 2 ആറ്റം തമ്മിലുള്ള ഇലക്ട്രോൺസ് തമ്മിലും റിപ്പൽഷൻ ഉണ്ടാവും. ആൻഡ് അഗെയിൻ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സസും ഉണ്ട്. സ്വന്തം ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. കൂടാതെ അപ്രോച്ച് ചെയ്യുന്ന ആറ്റത്തിൻ്റെ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് എങ്ങനെയാണ് 2 ആറ്റം ബോണ്ട് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതൊരു എ ആറ്റം, ഇതൊരു ബി ആറ്റം. ഇവർ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഇവർ രണ്ടുപേരും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിൽ ഇവർ രണ്ടാളും അപ്രോച്ച് ചെയ്താൽ മാത്രമല്ലേ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. സോ ഇവരെന്ത് ചെയ്യും? ഇത്രയും ഡിസ്റ്റൻസിലുള്ള ആൾക്കാർ അപ്രോച്ച് ചെയ്ത് അടുത്തടുത്തെത്തും അല്ലേ? അടുത്തടുത്തെത്തും. ദെൻ അവർ തമ്മിൽ എന്ത് ഫോം ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. സോ ഇത് പറയാം, അതിന് മുന്നേ നമുക്ക് പറയാം ഇവർ തമ്മിൽ അടുത്തടുത്തെത്തി അല്ലേ? നമ്മൾ ലാസ്റ്റ് ഇന്നലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ആറ്റംസ് അടുത്തടുത്ത് വരുന്നു, അല്ലെങ്കിൽ ഓവർലാപ്പ് ഏറ്റവും എത്ര അടുത്ത് വരുന്നോ അത്രയും ഓവർലാപ്പിംഗ് കൂടും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ബോണ്ട് ലെങ്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഓക്കെ ഈ 2 ആറ്റത്തിനും അടുത്തടുത്ത് വരാം, പക്ഷേങ്കിൽ അടുത്തടുത്ത് വരുന്നതോറും അതായത് നമ്പർ ഓഫ് ബോണ്ട്സ് കൂടുന്തോറും ബോണ്ട് ലെങ്ത് കുറയും എന്ന് പറഞ്ഞ കേസിലാണ് നമ്മളത് പറഞ്ഞത്. സോ ഒരു മിനിമം ഡിസ്റ്റൻസ് എന്തായാലും ഈ 2 ആറ്റം തമ്മിൽ വേണമല്ലേ? ഇല്ലെങ്കിൽ എന്തുണ്ടാവും? അവിടെ റിപ്പൾസീവ് ഫോഴ്സസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. റിപ്പൾസീവ് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റിപ്പൾഷൻ കൂടുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ എനർജി കൂടും. അപ്പോൾ എന്തായിരിക്കും? ആ സിസ്റ്റം ഡീസ്റ്റെബിലൈസ് ആവും, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കുറയും അല്ലേ? സോ അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സസ് വിൽ സ്റ്റെബിലൈസ് ദ സിസ്റ്റം അല്ലേ? സ്റ്റെബിലൈസ് ചെയ്യും. ദെൻ എനർജി വിൽ ബി മിനിമം. ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്? റിപ്പൾസീവ് ഫോഴ്സസ് കൂടുമ്പോൾ അതെന്താ ചെയ്യുക? ഡീസ്റ്റെബിലൈസ് ചെയ്യും അല്ലേ? ഇത് ആ സിസ്റ്റത്തിന്, അതായത് റിപ്പൾഷൻ കൂടുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന് എന്ത് സംഭവിക്കും? ഡീസ്റ്റെബിലൈസേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എനർജി കൂട്ടും അല്ലേ? എനർജി വിൽ ബി ഹൈ. ഓക്കെ, സോ ഇത് രണ്ടും അപ്രോച്ച് ചെയ്ത് അടുത്തടുത്ത് വരികയാണ്. സോ ഒരു മിനിമം ഡിസ്റ്റൻസിലെത്തുമ്പോൾ അതിൻ്റെ ബോണ്ട് എനർജി എന്ത് ചെയ്യും? മിനിമം ആയിരിക്കും. എനർജി മിനിമം മീൻസ് ദാറ്റ് മോളിക്യൂൾ വിൽ ബി സ്റ്റേബിൾ അല്ലേ? ആ മോളിക്യൂൾ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. സോ നിങ്ങൾ ഇനി ഇതൊന്ന് നോക്കുക, ഈ ഗ്രാഫ്, ഈ പൊട്ടൻഷ്യൽ എനർജി കേർവ് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും വായിക്കാം. ആദ്യം എന്താണ്? 2 ആറ്റം ദൂരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലുള്ള, അല്ലെങ്കിൽ ദർ ഇസ് എ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഇവിടെ നോക്കുക, എക്സ് ആക്സിസിൽ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ എനർജിയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ 2 ആറ്റവും അടുത്തടുത്ത് വരും തോറും നിങ്ങൾ നോക്കുക ബോണ്ട് ലെങ്ത് കുറയാണ് അല്ലേ?
അടുത്തടുത്തേക്ക് വരും തോറും ബോണ്ട് ലെങ്ത് കുറയും തോറും എന്താണ് ആവുന്നത്? എനർജി കുറയാണ്. ദിസ് ഈസ് 0. സോ താഴോട്ട് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും അല്ലേ, ഇവിടെ പോസിറ്റീവ്. സോ ഡിസ്റ്റൻസ് കുറയും തോറും എനർജി കുറയാണ്. സോ ദർ ഈസ് എ മിനിമം ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിലെത്തും, ഈ രണ്ട് ആറ്റം ഈ ഡിസ്റ്റൻസിലെത്തുന്ന സമയത്ത് ദാറ്റ് ഈസ് 74 പൈക്കോമീറ്റർ. സോ ഈ ഒരു ഡിസ്റ്റൻസിലെത്തുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്ന ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ ആട്ടോ, ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷനാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു മിനിമം ഡിസ്റ്റൻസിലെത്തുമ്പോൾ എനർജി നോക്ക്, എനർജി വിൽ ബി മിനിമം. എനർജി വിൽ ബി മിനിമം മീൻസ് ദാറ്റ് മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ അല്ലേ. എനർജി കൂടുന്തോറും ആ മോളിക്യൂൾ എന്തായിരിക്കും? സ്റ്റെബിലിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസേഷൻ ആയിരിക്കും കൂടുക. എന്തുകൊണ്ട്? പിന്നെയും ബോണ്ട് ലെങ്ത് കുറയുന്ന സമയത്ത്, പിന്നെയും ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ അവിടെ എന്താണ് കൂടുതൽ? റിപ്പൾസീവ് ഫോഴ്സസ് ആണ് കൂടുതൽ. ന്യൂക്ലിയസ്, ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ അടുത്ത് വരുമ്പോൾ എന്താണ്? ദർ വിൽ ബി എ റിപ്പൽഷൻ. കൂടാതെ ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോണും ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോണും ഒരു പരിധിക്ക് അപ്പുറം അടുത്തേക്ക് വരുമ്പോൾ ദർ വിൽ ബി റിപ്പൾസീവ് ഫോഴ്സസ്. നെഗറ്റീവ് റിപ്പൽഷൻ ആൻഡ് പോസിറ്റീവ് റിപ്പൽഷൻ വിൽ ബി ദർ അല്ലേ. സോ അറ്റ് ദി ബോണ്ട് ലെങ്ത് ഓഫ് 74 പൈക്കോമീറ്റർ ദ എനർജി ഈസ് മിനിമം. പിന്നെയും ആ ബോണ്ട് ലെങ്ത് കുറച്ചാൽ ദർ വിൽ ബി റിപ്പൾസീവ് ഫോഴ്സസ്, ദ എനർജി ഈസ് ഇൻക്രീസിങ്. കണ്ടല്ലോ. സോ നിങ്ങൾ ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. സോ റിമെമ്പർ ദ അട്രാക്റ്റീവ് ഫോഴ്സസ് സ്റ്റെബിലൈസ് ദ സിസ്റ്റം വിച്ച് മീൻസ് ദ എനർജി വിൽ ബി മിനിമം. Repulsive forces destabilize the system and the energy will be high. Okay. Then ഇനി VBTൻ്റെ അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓർബിറ്റൽസ് വിച്ച് ആർ അണ്ടർഗോയിങ് ഓവർലാപ്പിംഗ് മസ്റ്റ് ബി such that each orbital should have one electron with opposite spin. See, opposite spin ആയിരിക്കണം, ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് ഓർബിറ്റൽസിലും എന്തായിരിക്കണം? ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. ദെൻ വൺ ഓർബിറ്റൽ ഹാവ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അതർ ഓർബിറ്റൽ ഹാവ് നോ ഇലക്ട്രോൺ വിൽ ഫോം കോർഡിനേറ്റ് ബോണ്ട് അല്ലേ. വിച്ച് മീൻസ് ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് ഓർബിറ്റലിലും ഓരോ ഓഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺ വേണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. സോ വിച്ച് മീൻസ് ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആവാം, അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആവാം, അല്ലെങ്കിൽ വേക്കൻ്റ് ഓർബിറ്റൽ ആവാം. ഓവർലാപ്പ് ചെയ്യുന്നത് ഹാഫ് ഫിൽഡ് ആണെങ്കിൽ രണ്ട് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്താ? ഒരു ഫുള്ളി ഫിൽഡും ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റലും എന്ത് ചെയ്യാം? ഓവർലാപ്പ് ചെയ്യാം. അങ്ങനെയാണ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റലും വേക്കൻ്റ് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് കോർഡിനേറ്റ് ബോണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഷുവർ. ഓക്കെ. നെക്സ്റ്റ്, മോർ ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ടു അറ്റോമിക് ഓർബിറ്റൽ സ്ട്രോങ്ങർ വിൽ ബി ദി ബോണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഓവർലാപ്പിംഗ് ഏരിയ അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുമ്പോൾ എന്തായിരിക്കും? ബോണ്ട് സ്ട്രെങ്ത്തും കൂടും. നമ്മൾ പഠിക്കും ആക്സിയൽ ഓവർലാപ്പിംഗ് എന്താണ്. ഓക്കെ. പാരലൽ ഓവർലാപ്പിംഗ് എന്താണ്? സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്. ഓക്കെ. സോ ഓവർലാപ്പിംഗ് ഏരിയ കൂടുമ്പോൾ എന്താണ്? ആ ബോണ്ടും സ്ട്രോങ്ങർ ആയിരിക്കും. ഇതും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിൽ രണ്ടിലും രണ്ട് ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഓർബിറ്റൽ ഫുള്ളി ഫിൽഡും ഒരു ഓർബിറ്റൽ വേക്കൻ്റ് ആണെങ്കിൽ അവിടെ എന്ത് നടക്കും? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും. ഓക്കെ. ആൻഡ് നമ്മൾ ഇനി ആക്സിയൽ ബോണ്ടിങ്ങും ആക്സിയൽ ഓവർലാപ്പിങ്ങും പാരലൽ ഓവർലാപ്പിങ്ങും ആണ് നോക്കാൻ പോകുന്നത്.
സോ ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ്, 2 ടൈപ്പ് ഓവർലാപ്പിംഗ് ആണുള്ളത്. 2 ടൈപ്പ് ഓവർലാപ്പിംഗ് ആണുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ആക്സിയൽ ഓവർലാപ്പിംഗ്. ആക്സിയൽ ഓവർലാപ്പിംഗ്, ആക്സിയൽ ഓവർലാപ്പിംഗ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത്. ഓർമ്മിച്ച് വെച്ചോ, ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് എന്തുണ്ടാവുന്നത്? ആക്സിയൽ ഓവർലാപ്പിംഗ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത്. ദെൻ പാരലൽ ഓവർലാപ്പിംഗ്, പാരലൽ ഓവർലാപ്പിംഗ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? പൈ ബോണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, പൈ ബോണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് എന്താണ് ആക്സിയൽ ഓവർലാപ്പിംഗ്. ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്. ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഉണ്ട് ഒരു പോയിന്റ്. സോ ഇഫ് ദ ഓവർലാപ്പിംഗ് ഇസ് അലോങ് ദ മോളിക്കുലർ ആക്സിസ് ദെൻ ബോണ്ട് വിൽ ബി സിഗ്മ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഇറ്റ് വിൽ ബി പൈ ബോണ്ട്. സി നമ്മൾ ഇതാണ് സെഡ് ആക്സിസ് ആണ് ജനറലി മോളിക്കുലർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ഇതാണ് എന്ത്? മോളിക്കുലർ ആക്സിസ്. സോ അലോങ് ദ മോളിക്കുലർ ആക്സിസ് ആണ് ഓവർലാപ്പിംഗ് എങ്കിൽ ദാറ്റ് ഈസ് ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ലേ? ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് എന്ന് പറയാം. ദിസ് ഈസ് ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ഓർ ദ ഓവർലാപ്പിംഗ് ഈസ് അലോങ് ദ ആക്സിസ്. മോളിക്കുലർ ആക്സിസിന് അലോങ് ആയിട്ടാണ്, അതായത് മോളിക്കുലർ ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിലാണ് എന്ത് നടക്കുന്നത്? ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ ബോണ്ട്. ഓക്കെ, സോ ദർ ഈസ് ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് അലോങ് മോളിക്കുലർ ആക്സിസ്. മോളിക്കുലർ ആക്സിസിന് അലോങ് ആയിട്ട് ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് നടക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ പൈ ബോണ്ട് ഒന്ന് നോക്കിക്കേ. പൈ ബോണ്ട്, ദിസ് ഈസ് മോളിക്കുലർ ആക്സിസ്. മോളിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത്? ഈ ഓർബിറ്റൽസ് നിൽക്കുന്നത്. സോ ദർ വിൽ ബി പാരലൽ ഓവർലാപ്പിംഗ്. പാരലൽ ഓവർലാപ്പിംഗ്, ദിസ് ഈസ് സെഡ് ആക്സിസ് എന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടും ഞാൻ പി ഓർബിറ്റലാണ് എടുത്തിരിക്കുന്നത്. സോ ഇത് രണ്ടും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ഇത് രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അടുത്തടുത്ത് വരുമ്പോൾ ബെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സോ ദർ വിൽ ബി ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ പി ഓർബിറ്റൽ. ദിസ് ഈസ് പൈ ബോണ്ട്. അതായത് മോളിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് നിൽക്കുന്നത്? ഈ രണ്ട് ഓർബിറ്റൽസും ഉണ്ടാവുക. സോ ദിസ് ഓർബിറ്റൽസ് വിൽ ഓവർലാപ്പ് പെർപെൻഡിക്കുലർ ടു ദി മോളിക്കുലർ ആക്സിസ്, അല്ലെങ്കിൽ പാരലൽ ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ കൊലാറ്ററൽ ഓവർലാപ്പിംഗ് എന്നും പറയും. ദിസ് ഈസ് കോ ആക്സിയൽ ഓവർലാപ്പിംഗ്, ദിസ് ഈസ് കൊലാറ്ററൽ ഓവർലാപ്പിംഗ്. ആ ഒരു വേർഡ് കേട്ടാൽ നിങ്ങൾ മാറിപ്പോണ്ട. ദിസ് ഈസ് സിഗ്മ ബോണ്ട്, ദിസ് ഈസ് പൈ ബോണ്ട്. Sigma bond is formed by axial overlapping of atomic orbitals, that is head on overlapping along the molecular axis. Pi bond ആണെങ്കിലോ? പൈ ബോണ്ട് ആണെങ്കിൽ മോളിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഓവർലാപ്പിംഗ് നടക്കുക. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും എന്ത് കൂടുതൽ? ഓവർലാപ്പിംഗ് ഏരിയ കൂടുതൽ. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? പൈ ബോണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ പൈ ബോണ്ട് രണ്ട് ഓർബിറ്റൽസ് പാരലലി ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഓവർലാപ്പിംഗ് ഏരിയനേക്കാളും കൂടുതൽ ഏതിലായിരിക്കും? സിഗ്മ ബോണ്ടിലായിരിക്കും. സോ നമ്മൾ പറഞ്ഞു എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുമ്പോൾ ദ ബോണ്ട് വിൽ ബി മോർ സ്ട്രോങ്ങർ. ഓക്കെ, ദ ബോണ്ട് വിൽ ബി മോർ സ്ട്രോങ്ങർ. ഓക്കെ, സോ പാരലൽ ഓവർലാപ്പിംഗ് വഴി പൈ ബോണ്ടും ഉണ്ടാവാം. പാരലൽ ഓവർലാപ്പിംഗ് വഴി പൈ ബോണ്ടും ഉണ്ടാവാം, ഡെൽറ്റ ബോണ്ടും ഉണ്ടാവാം. ഓക്കെ, നമ്മൾ പറയും എന്താണ് ഡെൽറ്റ ബോണ്ട്. ഓക്കെ, സോ ഓർത്ത് വെക്കുക, ആക്സിയൽ ഓവർലാപ്പിംഗ് സിഗ്മ ബോണ്ട്, പാരലൽ ഓവർലാപ്പിംഗ് ആണെങ്കിൽ പൈ ബോണ്ട്, generally pi bond and also delta bond will be there.
സോ ഇന്ന് നമ്മൾ ആക്സിയൽ ഓവർലാപ്പിംഗ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. സോ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അലോങ് ദ ആക്സിസ് ആയിരിക്കും എന്ത് നടക്കുന്നത്, ഓവർലാപ്പിംഗ് നടക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എസ് എസ് ഓവർലാപ്പിംഗ് നിങ്ങൾ ഹൈഡ്രജൻ മോളിക്യൂളിനെ കണ്ടു. 1s ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. അതായത് ഒരാറ്റത്തിൻ്റെ എസ് ഓർബിറ്റലും മറ്റേ ആറ്റത്തിൻ്റെ എസ് ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യുന്നു. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ദിസ് ഈസ് ഇത് ഓക്കെ. നമ്മൾ പറയും പോസിറ്റീവ് ഓവർലാപ്പിംഗ്, നെഗറ്റീവ് ഓവർലാപ്പിംഗ്, സീറോ ഓവർലാപ്പിംഗ്. ഓക്കെ, ഇൻ ഫേസ് ഓവർലാപ്പിംഗ്, ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്, സീറോ ഓവർലാപ്പിംഗ്. ഓക്കെ, ഞാൻ പറയാം അത്. സോ രണ്ട് എസ് ഓർബിറ്റൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ ഓവർലാപ്പിംഗ് ഏരിയ, ദിസ് ഈസ് ദി ബോണ്ട് ബിറ്റ്വീൻ, ദിസ് ഈസ് ദ ആക്സിയൽ ബോണ്ട് ബിറ്റ്വീൻ. ഇവിടെ എന്ത് ഫോം ചെയ്യും, സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ദിസ് ഈസ് ദ ആക്സിയൽ ഓവർലാപ്പ് ബിറ്റ്വീൻ എസ് എസ്, അതായത് എസ് ഓർബിറ്റൽ ഓഫ് എ ആറ്റം, എസ് ഓർബിറ്റൽ ഓഫ് ബി ആറ്റം വിൽ ഓവർലാപ്പ് ടു ഫോം സിഗ്മ ബോണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ ഏത് ഡിറക്ഷനിലാണ് ഇവർ ഓവർലാപ്പ് ചെയ്തത്, പാരലൽ ടു ദി മോളിക്കുലാർ ആക്സിസ് അല്ലേ. സെഡ് ആക്സിസ് ആണ് നമ്മൾ പൊതുവേ മോളിക്കുലാർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ മോളിക്കുലാർ ആക്സിസിന് അലോങ് ദി ഡയറക്ഷൻ, അതേ ഡയറക്ഷനിലാണ് എന്ത് നടക്കുന്നത്, ഓവർലാപ്പിംഗ് നടക്കുന്നത്. സോ ഇറ്റ് വിൽ ബി സിഗ്മ ബോണ്ട് അല്ലേ. നമ്മളിപ്പോൾ ആക്സിയൽ ഓവർലാപ്പിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ തരം സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എസ് പി ഓവർലാപ്പിംഗ് പറയാണ്. എസ് പി ഓവർലാപ്പിംഗ് പറയുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റൽ രണ്ട് ലോബ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ്റെ ഫേസ് ആണ്, സൈനാണ് ഇവിടെ പ്ലസും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഓക്കെ, സോ ഇവിടെ തന്നെ ഞാൻ പറയാം എന്താണ് ഇൻ ഫേസ് ഓവർലാപ്പിംഗ്, എന്താണ് ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്. സോ നിങ്ങൾ സയൻസ് നോക്കിയാൽ മതി. സെയിം സൈസാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. ഓക്കെ, ദാറ്റ് വിൽ ബി ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. ഇനി ഇവിടെ പറയാണ് പോസിറ്റീവ് അല്ലേ. ഇവർ തമ്മിൽ ആക്സിയലി ആണ് ഓവർലാപ്പ് ചെയ്യേണ്ടത്. ആക്സിയലി ആണ് ഓവർലാപ്പ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ദി intermolecular axis. ഇതാണ് intermolecular axis. So they are overlapping. The s orbital and the p orbital is overlapping along the axis അല്ലേ. along the axis ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ there will be sigma bond. ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് തമ്മിലാണ് എന്ത് ചെയ്തത്, ഓവർലാപ്പിംഗ് ചെയ്തത്. സോ ദിസ് ഈസ് ഓൾസോ ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻ ഫേസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ബോണ്ട് ഫോർമേഷൻ നടക്കുള്ളൂ. ഇനി ഔട്ട് ഓഫ് ഫേസ്, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പം ഓക്കെ പി ഓവർലാപ്പിംഗ് നമുക്ക് പറഞ്ഞിട്ട് അത് പറയാം. പി ഓവർലാപ്പിംഗ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പി ഓവർലാപ്പിംഗ് പൈ ബോണ്ടിങ് മാത്രമല്ലേ. അല്ല, പാരലലി ആണ് ഓവർലാപ്പിംഗ് എങ്കിൽ പൈ ബോണ്ട് ഫോം ചെയ്യും, ആക്സിയലി ആണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, രണ്ട് പി ഓർബിറ്റൽ ആക്സിയലി ഓവർലാപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ഓൾസോ പോസിറ്റീവ്. രണ്ട് പോസിറ്റീവ് ലോബ്സ് തമ്മിലായിരിക്കും എന്ത്, ഓവർലാപ്പിംഗ് നടക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. സോ ഒരേ സൈനുള്ളത് തന്നെ എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്യണം. ഇവിടെ രണ്ടും പോസിറ്റീവ് ലോബാണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ രണ്ട് നെഗറ്റീവ്
രണ്ട് നെഗറ്റീവ് ഓവർലാപ്പും രണ്ട് നെഗറ്റീവ് ലോസും ഓവർലാപ്പ് ചെയ്യാം. അപ്പോൾ അത് PZ അല്ലേ? എലോങ് ദി ആക്സിസ് യെസ്. ഏതാണോ ആക്സിസ് എടുക്കുന്നത് ആ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇതായിരിക്കണം, എന്തായിരിക്കണം? അറ്റോമിക് ഓർബിറ്റൽ ആയിരിക്കണം, P ഓർബിറ്റൽ ആയിരിക്കണം. Z ആക്സിസ് ആണ് ഇപ്പോൾ Z ആക്സിസ് ആണ് ജനറലി മോളിക്കുലർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ Z ആക്സിസിന് ഡിറക്ഷനിലായിരിക്കണം അവരെന്ത് ചെയ്യുന്നത്? ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് Z ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം ദിസ് ഈസ് PZ. ദെൻ ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? നോ ബോണ്ട് വിൽ ബി ഫോംഡ്. നോ ബോണ്ട് ഫോർമേഷൻ. ബിക്കോസ് സി ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നു. സി ഇത് പോസിറ്റീവ് ലോബാണ്, ഇത് നെഗറ്റീവ് ലോബാണ്. ഒരു പോസിറ്റീവ് ലോബും ഒരു നെഗറ്റീവ് ലോബും അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് നടക്കില്ല? നോ ബോണ്ട്. അവിടെ ബോണ്ട് ഫോം ചെയ്യില്ല. ദിസ് ഈസ് ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്. ഓക്കെ, ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്. ആൻഡ് ഇത് രണ്ടും നമ്മൾ ഒരേ P ഓർബിറ്റലാന്ന് പറയാം. സി ഇനിയിപ്പം പറയാണ് ഞാൻ ദിസ് ഈസ് PX ഓർബിറ്റൽ. ഓക്കെ, ദിസ് ഈസ് PY ഓർബിറ്റൽ. ഇത് രണ്ടും എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുക? ഇത് രണ്ടും തമ്മിൽ ഓവർലാപ്പിംഗ് നടക്കുമോ? നമ്മൾ പറഞ്ഞു സിഗ്മ ബോണ്ടാണെങ്കിൽ അലോങ് ദ ആക്സിസ് ആയിരിക്കണം എന്ത് നടക്കേണ്ടത്? ഓവർലാപ്പിംഗ് നടക്കേണ്ടത് അല്ലേ? ഇനി പൈ ബോണ്ടാണെങ്കിൽ എന്ത് നടക്കണം? പാരലലി ആയിരിക്കണം, വിച്ച് മീൻസ് പെർപെൻഡിക്കുലർ ടു ദ മോളിക്കുലർ ആക്സിസ്. പാരലൽ ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത് അല്ലേ? സോ ഇവിടെ എന്താണ്? ദിസ് ഈസ് PX, ദിസ് ഈസ് PY. ഇത് രണ്ടും വേറെ വേറെ ഡയറക്ഷനാണ്. സോ ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുമോ? ഇല്ല. ദിസ് ഈസ് സീറോ ഓവർലാപ്പിംഗ്. നോ ബോണ്ട് ഫോർമേഷൻ. സോ എന്ത് മാത്രമേ ബോണ്ട് ഫോം ചെയ്യുള്ളൂ? ഇൻ ഫേസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ബോണ്ട് ഫോർമേഷൻ നടക്കുള്ളൂ. നിങ്ങൾ ഓർത്താൽ മതി, രണ്ട് സൈനും അപ്രോച്ച് ചെയ്യുന്ന രണ്ട് സൈനും സെയിം ആയിരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻ ഫേസ് ഓവർലാപ്പിംഗ്, ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ആൻഡ് സീറോ ഓവർലാപ്പിംഗ്. ഈ മൂന്ന് കേസും ടെക്സ്റ്റിലുണ്ട്, വായിച്ചു നോക്കുക. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, this is S atomic orbital, this is P atomic orbital. ഈ രണ്ട് അറ്റോമിക് ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബോണ്ട് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? ഇവിടെ ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ഈസ് ദിസ് ഇൻ ഫേസ് ഓവർലാപ്പിംഗ് ഓർ ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ഓർ സീറോ ഓവർലാപ്പിംഗ്? സോ ഇവിടെ രണ്ട് ലോബ്സ്, അതായത് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ദിസ് ഈസ് നെഗറ്റീവ് ലോബ് അല്ലേ? സോ ഇവിടെ എന്ത് നടക്കില്ല? നോ ബോണ്ട് ഫോർമേഷൻ. ഇവിടെ ബോണ്ട് ഫോം ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്. അല്ലേ? ഇവിടെ അപ്രോച്ച് ചെയ്യുന്ന രണ്ട് ലോബും എന്താണ്? ഓപ്പോസിറ്റ് ചാർജാണ്. അതായത് സെയിം ചാർജ് അല്ല, പോസിറ്റീവ് സൈനാണ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ചാർജ്. ഇത് വേവ് ഫംഗ്ഷൻ്റെ സൈനാണ്. നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വേവ് ഫംഗ്ഷൻ്റെ സൈനാണ്. ഇത് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഒന്നല്ല. ഓക്കെ, ഇനി ഈ രണ്ട് P ഓർബിറ്റൽസും അപ്രോച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ രണ്ട് P ഓർബിറ്റൽസും അപ്രോച്ച് ചെയ്യാണ്. ഇവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കുമോ? ഇവർ തമ്മിൽ ഓവർലാപ്പിംഗ് നടക്കുമോ?
ഈസ് ദിസ് ഇൻ ഫേസ് ഓവർലാപ്പിംഗ് ഓർ ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ഓർ സീറോ ഓവർലാപ്പിംഗ്? ഇത് ഏതായിരിക്കും? ഇതും എന്താണ്? ഇത് രണ്ടും ഡിഫറെൻറ്റ് ലോബ്സ് ആണല്ലേ. വേവ് ഫംഗ്ഷൻ്റെ സൈൻ ഡിഫറെൻ്റ് ആണ്. സോ ദർ വിൽ ബി നോ ബോണ്ട് ഫോർമേഷൻ. അല്ലെങ്കിൽ ഇതെന്താണ്? ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ആണ്. ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ആണ് അല്ലേ? യെസ്, ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ആണ്. ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു? SS ഓവർലാപ്പിംഗ് പറഞ്ഞു, SP ഓവർലാപ്പിംഗ് ഉണ്ട്, PP ഓവർലാപ്പിംഗ് ഉണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്? ആക്സിയൽ ഓവർലാപ്പിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ലേ? സോ നിങ്ങൾക്ക് മനസ്സിലായി ആക്സിയൽ ഓവർലാപ്പിംഗ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? SS ഓവർലാപ്പിംഗ് ഉണ്ട്, SS ആക്സിയൽ ഓവർലാപ്പിംഗ് ഉണ്ട്, SP ആക്സിയൽ ഓവർലാപ്പിംഗ് ഉണ്ട്, PP ആക്സിയൽ ഓവർലാപ്പിങ്ങും ഉണ്ട് അല്ലേ? PP ആക്സിയൽ ഓവർലാപ്പിങ്ങും ഉണ്ട്. നിങ്ങൾ പലരുടെയും തെറ്റിദ്ധാരണയുണ്ട് PP എന്ന് പറയുന്നത് പൈ ബോണ്ടാണ്. ആദ്യമേ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ, ആദ്യമേ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. ബട്ട് PP സിഗ്മ ബോണ്ടും ഉണ്ട്, PP പൈ ബോണ്ടും ഉണ്ട്, P ബോണ്ടും ഉണ്ട്, സിഗ്മ ബോണ്ടും ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമ്മളിനി പറയും. ഓക്കെ, അങ്ങോട്ടേക്ക് നമ്മളിനി പറയുന്നതായിരിക്കും. സോ ഇനി നമ്മൾ നമ്മുടെ പാരലൽ ഓവർലാപ്പിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പാരലൽ ഓവർലാപ്പിംഗ്. Parallel overlapping. First one, PP overlapping. PP overlapping. PP overlapping. Okay. ഇത് രണ്ടും എന്തായിരിക്കണം? സെയിം സൈൻ ആയിരിക്കണം. സോ ഇതാണ് എന്ത്? ഇൻ്റർമോളിക്കുലർ ആക്സിസ്. ഈ ഇൻ്റർമോളിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് നടക്കുന്നത്? ഓവർലാപ്പിംഗ് നടക്കുന്നത്. സോ ഈ രണ്ട് ലോബ്സും അല്ലെങ്കിൽ ഈ രണ്ട് P ഓർബിറ്റലും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കും? ഒരു ബെൻഡിങ് നിങ്ങൾ ആലോചിച്ചോ. ബെൻഡിങ് ഇങ്ങനെയല്ല ബെൻഡ്. സോ ദർ വിൽ ബി ബെൻഡിങ്. സോ ഇവർ രണ്ടും എന്താണ്? ഓവർലാപ്പിംഗ് നടക്കും. ഓക്കെ, സോ ഓവർലാപ്പിംഗ്. ദിസ് ഈസ് P ബോണ്ട് അല്ലേ? P ബോണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം? ഇവിടെ പോസിറ്റീവ് ലോബാണല്ലേ. സോ ഇവിടെ എന്തുണ്ട്? ഒരു നോഡൽ പ്ലെയിൻ ഉണ്ടാവും. അതിന് മുകളിൽ പോസിറ്റീവ് ലോബും താഴെ നെഗറ്റീവ് ലോബും. സോ സി, രണ്ട് P ഓർബിറ്റൽസ് പാരലലി ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഒരു നോഡൽ പ്ലെയിൻ ഉണ്ടാവും. അല്ല, ഒരു നോഡൽ പ്ലെയിൻ ഉണ്ടാവും. സോ നമ്മളിനി SS, അതായത് ആക്സിയൽ ഓവർലാപ്പിംഗ് ആണോ പാരലൽ ഓവർലാപ്പിംഗ് ആണോ മോർ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഈ നോഡൽ പ്ലെയിനൊക്കെ അവിടെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ. സോ നമ്മൾ P പറഞ്ഞു. ഇനി P D ബോണ്ടും ഫോം ചെയ്യാം. P D ബോണ്ടും ഫോം ചെയ്യാം. സോ സെക്കൻഡ് പീരിയഡിലുള്ള എലമെൻസിന് എന്ത് മാത്രമേ ഉള്ളൂ? S ഓർബിറ്റലും P ഓർബിറ്റലും മാത്രമേ ഉള്ളൂ അല്ലേ? തേർഡ് ഷെല്ല് തൊട്ടാണ് എന്ത് തുടങ്ങുന്നത്? D ഓർബിറ്റൽ തുടങ്ങുന്നത്. അത് എപ്പോഴും ഓർത്ത് വെക്കാം. സോ P ഓർബിറ്റലും D ഓർബിറ്റലും P ഓർബിറ്റലും D ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യുന്നു. പാരലലി ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കും? P this is P D overlapping. This is P D overlapping അല്ലേ? See, P ഓർബിറ്റലും D ഓർബിറ്റലും പാരലലി ഓവർലാപ്പ് ചെയ്യുന്നു. ആൻഡ് ദേ വിൽ ഫോം P D
ബോണ്ട്, പി പൈ ഡി പൈ ബോണ്ട്. ഇനി ഡി പൈ ബോണ്ടും കൂടെ ഉണ്ട്. ഡി പൈ ബോണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. സി, പോസിറ്റീവ് ലോബും നെഗറ്റീവ് ലോബും ആണ് ഓവർലാപ്പ് ചെയ്യുന്നത് അല്ലേ? പോസിറ്റീവ് ലോബും ഇവിടെ എന്താണ്, ഇൻ ഫേസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ബോണ്ട് ഫോർമേഷൻ നടക്കുള്ളൂ. ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ അല്ലെങ്കിൽ സീറോ ഓവർലാപ്പിംഗ് ആണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, ബോണ്ട് ഫോർമേഷൻ നടക്കില്ല. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഡി പൈ ബോണ്ടും കൂടിയും പറയാം. ഡി പൈ ബോണ്ട്. സോ ഫസ്റ്റ് ഇസ് പി പൈ. സോ ഡി പൈ ബോണ്ട്. ഡി പൈ ബോണ്ട്. ഓക്കെ. സോ ഡി ഓർബിറ്റൽ, നെഗറ്റീവ് ലോബ്. ഇതെന്ത് ചെയ്യും, പാരലലി ഓവർലാപ്പ് ചെയ്യും. ദെൻ സി, പോസിറ്റീവ് ആണ് അല്ലേ, നെഗറ്റീവ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. പോസിറ്റീവ് ഓവർലാപ്പ്, നെഗറ്റീവ് ലോബ് ഓവർലാപ്പ്. സോ ഇവിടെ എന്താണ്, രണ്ട് ലോബ്സ് തമ്മിലാണ് എന്ത് നടക്കുന്നത്, ഓവർലാപ്പിംഗ് നടക്കുന്നത്. ടു ലോബ്സ് ആർ ഓവർലാപ്പിംഗ്. ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്, പൈ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് നൗ ഒരു രണ്ട് ടൈപ്പ് ഡി പൈ ഉണ്ട്. ഡി പൈ ഫോർ ലോബ് ഇൻട്രാക്ഷനും കൂടെ ഉണ്ട്. 4 ലോബ് ഓവർലാപ്പിംഗ്, 4 ബോണ്ട് ഓവർലാപ്പിംഗ്, ലോബ് ഓവർലാപ്പിംഗ്. എന്താണെന്ന് വെച്ചാൽ സി, ഇവിടെ എന്തായി, നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ രണ്ട് ലോബ്, ഇവിടെ ഒരു ലോബ്, ഇതാണ് 4 ലോബ് ഡി ഓർബിറ്റലിൻ്റെ. നമ്മൾ ആദ്യം പറഞ്ഞത് പാരലലി ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നത് അല്ലേ. നൗ രണ്ട് ഡി ഓർബിറ്റൽ ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത് വിചാരിക്കുക. ഇത് പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അഗെയിൻ ഇതും സെയിം. സോ ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് നടക്കും, 4 ബോണ്ടും ഇൻട്രാക്ഷൻ ഓവർലാപ്പിൽ വരും അല്ലേ. സോ ദർ വിൽ ബി 4 ലോബ് ഇൻട്രാക്ഷൻ ഓർ ഓവർലാപ്പിംഗ് ആൻഡ് they will form delta bond. ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, പാരലലി ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്, അതായത് 2 ലോബ് ഇൻട്രാക്ഷൻ ആണ്. നൗ അതെന്താണ്, പൈ ബോണ്ടാണ് ഫോം ചെയ്യുന്നത് അല്ലേ, ഡി പൈ. ഇവിടെ ഡി ഇൻട്രാക്ഷൻ 4 ലോബ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഡെൽറ്റ ബോണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യുന്നത് മനസ്സിലായല്ലോ. 4 ലോബ് ഇൻട്രാക്ഷൻ ആയിരിക്കും. ദർ വിൽ ബി 4 ലോബ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഡി ഓർബിറ്റൽസ്. ഓക്കെ, നമ്മളെ ആക്സിയൽ ഓവർലാപ്പിംഗ് പറഞ്ഞു, പാരലൽ ഓവർലാപ്പിംഗും പറഞ്ഞു. ആക്സിയൽ ഓവർലാപ്പിംഗ് വഴിയാണ് എന്തുണ്ടാവുന്നത്, സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത്. പാരലലി ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, പൈ ബോണ്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഡി ഓർബിറ്റൽ 4 ലോബ് ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഡെൽറ്റ ബോണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ. ആൻഡ് നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കേണ്ടത്, ഇൻ ഫേസ് ഓവർലാപ്പിംഗ് ഉണ്ട്, ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ഉണ്ട്, ഇനി സീറോ ഓവർലാപ്പിംഗ് ഉണ്ട്. ഇൻ ഫേസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ബോണ്ട് ഫോർമേഷൻ നടക്കുള്ളൂ അല്ലെ. ഔട്ട് ഓഫ് ഫേസ് ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിങ്ങോ അല്ലെങ്കിൽ സീറോ ഓവർലാപ്പിങ്ങോ ആണെങ്കിൽ എന്ത് നടക്കില്ല, ബോണ്ട് ഫോർമേഷൻ നടക്കില്ല. ഇൻ ഫേസ് ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, അപ്രോച്ച് ചെയ്യുന്ന രണ്ട് ലോബ്സും പോസിറ്റീവ് സൈൻ ആയിരിക്കണം. അപ്രോച്ച് ചെയ്യുന്ന രണ്ട് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ലോബ്സും എന്തായിരിക്കണം, പോസിറ്റീവ് സൈൻ ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ ആയിരിക്കണം, സെയിം സൈൻ ആയിരിക്കണം. ഓക്കെ, അപ്രോച്ച് ചെയ്യുന്ന രണ്ട് ഓർബിറ്റൽസിൻ്റെ സൈൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. ഇനി അപ്രോച്ച് ചെയ്യുന്ന ഓർബിറ്റൽസിൻ്റെ സൈൻ ഡിഫറെൻ്റ് ആണ്, പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ എന്തായിരിക്കും, അത് ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ഓവർലാപ്പിംഗ് നടക്കാനുള്ള ചാൻസസേ ഇല്ല എങ്കിൽ ദാറ്റ് വിൽ ബി
സീറോ ഓവർലാപ്പിംഗ്. ഓക്കെ, ബിക്കോസ് അത് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് നോഡൽ പ്ലെയിനിലേക്കോ അല്ലെങ്കിൽ നോഡിലേക്കോ ആയിരിക്കും ഓവർലാപ്പിംഗ് വരിക. സോ നോഡ്സ് എന്താണ്? സീറോ ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ഓർബിറ്റിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള ടെൻഡൻസി ഇല്ലാത്ത സ്ഥലത്തേക്കായിരിക്കും ഓവർലാപ്പിംഗ് നടക്കുക. ദാറ്റ് ഈസ് നോഡിലേക്കോ അല്ലെങ്കിൽ നോഡൽ പ്ലെയിനിലേക്കായിരിക്കും ഓവർലാപ്പിംഗ് സംഭവിക്കുക. നിങ്ങൾ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് നോഡ്. നോഡിൽ എന്തില്ല? ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ല അല്ലേ? സോ ഓവർലാപ്പ് ചെയ്താലും എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. ദാറ്റ് ഈസ് സീറോ ഓവർലാപ്പിംഗ്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ സിഗ്മ ബോണ്ടിൻ്റെ ജസ്റ്റ് കുറച്ച് ഫീച്ചേഴ്സ് നോക്കുക. സ്പീഡിൽ നമുക്കൊന്ന് വായിച്ചു പോവാം. So sigma bond, it results from the end-to-end overlapping of two s orbitals or p orbitals or 1s and 1p. നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള സിഗ്മ ബോണ്ട് ഉണ്ട്. that is ss overlapping, sp overlapping and pp. ഇതൊക്കെ ഓവർലാപ്പ് ചെയ്താൽ എന്തുണ്ടാവും? സിഗ്മ ബോണ്ട് ഉണ്ടാവും. പക്ഷേങ്കിൽ എന്ത് ഓവർലാപ്പിംഗ് ആയിരിക്കണം? along intermolecular axis ആയിരിക്കണം. along intermolecular axis ആണ് ഓവർലാപ്പിംഗ് എങ്കിൽ എന്ത് ഫോം ചെയ്യും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും അല്ലേ? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. then again it results from the sidewise or lateral overlapping of two p orbitals. നമ്മൾ ഇതിനെ എന്തും കൂടിയും വിളിക്കും? കൊളാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് കൂടിയും വിളിക്കും. this is also called as coaxial overlapping. എവിടെ എഴുതാം? this is also called as coaxial overlapping. coaxial overlapping എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എന്തോ ആണെന്ന് വിചാരിക്കേണ്ട. കോആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ അതായത് അലോങ് ദ ആക്സിസ് ആണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. കോലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. സോ പി പി ഓവർലാപ്പിംഗ് നമ്മൾ പൈ ബോണ്ടിൽ പറഞ്ഞു. പി പൈ ഡി പൈയും പറഞ്ഞു. ഡി പൈ ഓവർലാപ്പിംഗും പറഞ്ഞു. ഡെൽറ്റ ബോണ്ട് ഫോർമേഷനും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് ബോണ്ടഡ് ഓർബിറ്റൽസ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ ക്ലൗഡ് സിമെട്രിക്കൽ എബൌട്ട് ഇന്റർന്യൂക്ലിയർ ആക്സിസ് അല്ലേ? ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ അലോങ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിരിക്കും എന്തുള്ളത്? ഇലക്ട്രോൺ ക്ലൗഡ് ഉള്ളത്. ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടെങ്കിലല്ലേ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടത്തിയിട്ട് കാര്യമുള്ളൂ അല്ലേ? ആൻഡ് ഇറ്റ്സ് ബോണ്ടഡ് ഓർബിറ്റൽ കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോൺ ക്ലൗഡ്സ്, 1 above ആൻഡ് ദ 1 other below the plane of symmetry അല്ലേ? നമ്മൾ പറഞ്ഞു അലോങ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ടു ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ദർ വിൽ ബി ഇറ്റ്സ് ബോണ്ടഡ് ഓർബിറ്റൽ കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോൺ ക്ലൗഡ്സ് എബവ് ദി പ്ലെയിൻ ആൻഡ് ബിലോ ദ പ്ലെയിൻ അല്ല? നമ്മൾ പി പി ഓവർലാപ്പിംഗ് നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ദി നോഡൽ പ്ലെയിൻ. ഈ നോഡൽ പ്ലെയിന് മുകളിലും താഴെയും എന്തുണ്ട്? ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. ദെൻ സിഗ്മ ബോണ്ട് വിൽ ബി സ്ട്രോങ്, പൈ ബോണ്ട് വിൽ ബി വീക്ക്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയും. സ്ട്രെങ്ത് ഓഫ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് നമ്മൾ പറയുമ്പോൾ റീസൺസ് പറയും. ഓർത്ത് വെക്കുക, സിഗ്മ ബോണ്ട് വിൽ ബി സ്ട്രോങ്, പൈ ബോണ്ട് വിൽ ബി വീക്ക്. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഓവർലാപ്പിംഗ് ഏരിയ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബോണ്ട് സ്ട്രോങ്ങർ ആയിരിക്കും. അലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ചെയ്യുമ്പോഴാണ് മോർ overlapping area or the extent of overlapping is more along the axis. Then bond strong ആണെങ്കിലോ bond energy കൂടും അല്ലേ? The bond energy will be 80 kilocalories. So ഇവിടെ 65. So ആർക്കാണ് കൂടുതൽ bond energy? സിഗ്മ ബോണ്ടിനാണ്. Then more stable. നമ്മൾ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി കൂടുതൽ കൊടുക്കണമെങ്കിൽ which means that bond is strong or the bond is more stable അല്ലേ? സ്റ്റേബിൾ ആണ് ആ ബോണ്ട്. അതുകൊണ്ടാണ് എന്ത് കൂടുതൽ ബോണ്ട് എനർജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ദിസ് ഈസ് ലെസ് സ്റ്റേബിൾ അല്ലേ? പൈ ബോണ്ട് ഈസ് ലെസ് സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു സിഗ്മ ബോണ്ട്. ബിക്കോസ് ഓഫ് ലെസ് സ്റ്റെബിലിറ്റി ഓഫ് പൈ ബോണ്ട്, ദിസ് പൈ ബോണ്ട് ഈസ് മോർ റിയാക്റ്റീവ്. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ്? പൈ ബോണ്ട് അല്ലേ ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഈസ്
less stable and the bond energy is less, right? And sigma bond is less reactive because that bond is more stable and the bond energy is high. Okay, okay, got it. Now ഇത് ഇൻ ഫേസ് ഓവർലാപ്പിംഗ്, ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്, സീറോ ഓവർലാപ്പിംഗ് നമ്മൾ പറഞ്ഞു. സി ഇതാണ് എന്ത്, നിങ്ങൾ സീറോ ഓവർലാപ്പിങ്ങിലേക്ക് നോക്കുക. അതിന് മുൻപേ നമുക്കിതൊന്ന് വായിക്കാം അല്ലേ. If two atomic orbitals having same sign, that is positive or negative sign, overlap with each other, it is called in phase overlapping or constructive overlapping. Okay, അതായത് സെയിം സൈനുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. ഇനി നെഗറ്റീവ് മീൻസ് അപ്രോച്ച് ചെയ്യുന്ന രണ്ട് ലോബ്സും ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ that is out of phase overlapping, no bond is formed. ഇവിടെ bond formation നടക്കും. and zero overlapping ആണെങ്കിൽ നോക്ക്, ഇത് p orbital, this is s orbital. ഈ s orbital എവിടത്തേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഇതെന്താണ്, p ഓർബിറ്റലിനെ നിങ്ങളെ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ടാവും, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ. s ഓർബിറ്റലിന് എന്തില്ല, നോഡ്സ് ഇല്ല. p ഓർബിറ്റലിന് എന്തുണ്ട്, ഒരു നോഡ് ഉണ്ട് അല്ലേ. സോ ദിസ് ഓർബിറ്റൽ ഈസ് അപ്രോച്ചിങ് ടുവേർഡ്സ് ദ നോഡ് ഓഫ് p ഓർബിറ്റൽ. നോഡ്സിൽ എന്താണ്, ഇലക്ട്രോൺസിനെ കാണാനുള്ള ഇതുണ്ടോ, പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ ഇവിടെ നോഡ്സിൽ എന്തില്ല, ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇല്ല. സോ ഈ അറ്റോമിക് ഓർബിറ്റൽ p ഓർബിറ്റലിൻ്റെ നോഡിലേക്ക് അപ്രോച്ച് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ദർ വിൽ ബി നോ ഓവർലാപ്പിംഗ്, അല്ലെങ്കിൽ സീറോ ഓവർലാപ്പ്, ചാൻസേ ഇല്ല, റൈറ്റ്. ഇവിടെ നോക്കുക, ഇത് z ആക്സിസ്, അതായത് അലോങ് ദ ആക്സിസ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ്. സോ ഈ p ഓർബിറ്റൽ ഇത് p x ആണെന്ന് വിചാരിക്കുക, ഇത് p y ആണെന്ന് വിചാരിക്കുക. പാരലലി അല്ലേ ഓവർലാപ്പ് ചെയ്യുന്നത്, പൈ ബോണ്ട് ആണെങ്കിൽ. ഇത് രണ്ടും രണ്ട് ഡയറക്ഷനാണ്. സോ ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും നോഡിലായിരിക്കും അപ്രോച്ച് ചെയ്യുക. സോ നോഡിലില്ല, എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ല. സോ ദർ വിൽ ബി സീറോ ഓവർലാപ്പിംഗ്. ഇൻ ഫേസ് ഓവർലാപ്പിംഗ്, ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്, സീറോ ഓവർലാപ്പിംഗ് ഓർത്ത് വെക്കുക. ഓക്കെ ഓക്കെ. സോ ഇനി നമ്മൾ സ്ട്രെങ്ത് ഓഫ് സിഗ്മ ബോണ്ട്, സ്ട്രെങ്ത് ഓഫ് പൈ ബോണ്ടാണ് പറയാൻ പോണത്. സ്ട്രെങ്ത് ഓഫ് സിഗ്മ ബോണ്ട് ആൻഡ് സ്ട്രെങ്ത് ഓഫ് പൈ ബോണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു, തൊട്ട് മുന്നത്തെ ടേബിൾ നമ്മൾ കണ്ടു, എന്ത്, സിഗ്മ ബോണ്ട് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. എന്തായിരിക്കും റീസൺ? ഓൾറെഡി നമ്മൾ റീസൺ പറഞ്ഞിട്ടുണ്ട്. ഒരു റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്ത്, എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുതലാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും അല്ലേ. ബോണ്ട് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. റീസൺ, എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ആർക്ക് കൂടുതലാണ്? എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് അലോങ് ദ ആക്സിസ് ആണ്. അലോങ് ദി ആക്സിസ് ആണ് എന്ത്, ഹൈ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ്. അലോങ് ദ ആക്സിസ് ആണ് എന്ത്, എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുതൽ. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ, എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഇൻ പൈ ബോണ്ട്, അല്ലെങ്കിൽ പാരലലി ഓവർലാപ്പ് ചെയ്യുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് കൂടുതൽ. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയസ് റിപ്പൽഷൻ പറഞ്ഞു അല്ലേ. രണ്ട് ആറ്റംസ് അല്ലെങ്കിൽ രണ്ട് ഓർബിറ്റൽസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ട് ആറ്റംസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രണ്ടിൻ്റെ ന്യൂക്ലിയസിന് നമ്മൾ എന്തുണ്ടാവും, റിപ്പൽഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇലക്ട്രോൺസ് തമ്മിലും എന്തുണ്ടാവും, റിപ്പൽഷൻ ഉണ്ടാവും, ബിക്കോസ് ഓഫ് സെയിം ചാർജ്. സോ ഇതെന്താണ്, ദിസ് ഈസ് ആക്സിയൽ ഓവർലാപ്പിംഗ് സിഗ്മ ബോണ്ട് അല്ലേ, സിഗ്മ ബോണ്ട്. ഇനി നമ്മൾ നേരത്തെ ഓവർലാപ്പ് ചെയ്ത കേസ് പറഞ്ഞു, രണ്ട് p ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യണം അല്ലേ. സോ ഇവിടെ എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് പോസിറ്റീവ് ലോബ്. ഓവർലാപ്പ് ചെയ്ത ശേഷം
പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും അല്ലേ. പോസിറ്റീവ് പാരലൽ ഓവർലാപ്പിംഗ്, ബിലോ ദ പ്ലെയിൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നോക്ക്, ഇവിടെ എന്തുണ്ട്, നോഡൽ പ്ലെയിൻ ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ഈ രണ്ട് ആറ്റത്തിൻ്റെ ഇവിടെ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. സോ ഈ രണ്ട് ന്യൂക്ലിയസും തമ്മിൽ എന്തുണ്ടാവും, റിപ്പൽഷൻ ഉണ്ടാവില്ലേ. യെസ്, റിപ്പൽഷൻ ഉണ്ടാവും. സോ ഇവിടെ റിപ്പൾസീവ് ഫോഴ്സസ് ഉണ്ടാവും. റിപ്പൾസീവ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ എന്താണ്, എനർജി വിൽ ബി ഹൈ അല്ലേ. ആ സിസ്റ്റത്തിൻ്റെ എനർജി എന്തായിരിക്കും, എനർജി ഓഫ് ദ സിസ്റ്റം വിൽ ബി ഹൈ. എനർജി ഓഫ് സിസ്റ്റം വിൽ ബി ഹൈ. എനർജി ഹൈ ആണെങ്കിൽ സ്റ്റെബിലിറ്റി എന്തായിരിക്കും, സ്റ്റെബിലിറ്റി വിൽ ബി മോർ ഓർ ലെസ്. സ്റ്റേബിൾ ആയിരിക്കോ, കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കോ, അതോ സ്റ്റെബിലിറ്റി കുറവായിരിക്കോ. എനർജി സിസ്റ്റത്തിൻ്റെ എനർജി കൂടുമ്പോൾ ലെസ് സ്റ്റേബിൾ ആയിരിക്കും അല്ലേ. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് ന്യൂക്ലിയസ് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത സമയത്ത് ഇവിടെ എന്തുണ്ട്, ഇലക്ട്രോൺ ക്ലൗഡ്. രണ്ട് ന്യൂക്ലിയസിനും ഇടയിൽ എന്തുണ്ട്, ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടല്ലേ. സോ ഇലക്ട്രോൺ ക്ലൗഡ് എന്ത് ചെയ്തു, ഈ രണ്ട് ന്യൂക്ലിയസിനെയും ഇടയിൽ ഒരു ബാരിയർ ആയിട്ട് നിന്നു. സോ ദർ വിൽ ബി ലെസ് റിപ്പൾസീവ് ഫോഴ്സസ്. ഇവിടെ എന്തുണ്ടാവും, ലെസ് റിപ്പൾസീവ് ഫോഴ്സസ് ആയിരിക്കും. സോ ലെസ് റിപ്പൾസീവ് ഫോഴ്സസ് ആണെങ്കിൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കും, എനർജി ഓഫ് ദ സിസ്റ്റം ലോ. അട്രാക്റ്റീവ് ഫോഴ്സസ് സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്യും, റിപ്പൾസീവ് ഫോഴ്സസ് സിസ്റ്റത്തിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. സോ എനർജി വിൽ ബി ലോ, വിച്ച് മീൻസ് മോർ സ്റ്റേബിൾ. ദാറ്റ്സ് വൈ സിഗ്മ ബോണ്ട് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ പറയാണ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ആക്സിയൽ ഓവർലാപ്പിംഗ് 3 തരത്തിലുണ്ട് അല്ലേ. SS ഓവർലാപ്പിംഗ് ഉണ്ട്, SP ഓവർലാപ്പിംഗ് ഉണ്ട്, PP ഓവർലാപ്പിംഗ് ഉണ്ട്. ഇതിലേതാണ് കൂടുതൽ സ്ട്രെങ്ത്? ഏതാണെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? SS-നാണോ, SP-ക്കാണോ, PP-ക്കാണോ? സി മെയിൻ ഷെല്ല് സെയിം ആണെങ്കിൽ, അതായത് ഞാനിപ്പോൾ പറയാം n=2, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈസ് 2. അതായത് മെയിൻ ഷെൽ എന്താണ്, സെക്കൻഡ് ഷെല്ലാണ്. അതെ, PP-ക്കാണ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് 2p ഓവർലാപ്പിംഗ് ആൻഡ് 2p ഓവർലാപ്പിംഗ്, 2s ഓവർലാപ്പിംഗ്. നിങ്ങൾ ഓർക്കുക, ഇവിടെ എന്ത് മെൻഷൻ ചെയ്യണം, ഷെല്ല് മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ 2p ഓവർലാപ്പിംഗ് വിൽ ബി മോർ ആസ് കമ്പയർഡ് ടു 2p ഓവർലാപ്പിംഗ് ആസ് കമ്പയർഡ് ടു 2s ഓവർലാപ്പിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, 2s ഓവർലാപ്പിംഗ് വരുന്ന ഏതെങ്കിലും ഒരു കേസ് 1:2s1 അല്ലേ. ലിഥിയം കൊവാലൻ്റ് ബോണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. സോ ദാറ്റ് മീൻസ് 2s ഓവർലാപ്പിംഗ് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ. 2s ഓവർലാപ്പിംഗ് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ. 2p ഓവർലാപ്പിംഗ് എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഈസി ആയിട്ട് പറയാലോ. F2 മോളിക്യൂൾ അല്ലേ. ഫ്ലൂറിൻ്റെ 2p തമ്മിലല്ലേ ഓവർലാപ്പിംഗ് നടക്കുന്നത് അല്ലേ? ഒരു ബോണ്ടല്ലേ ഉള്ളൂ. ദർ വിൽ ബി സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ ഫ്ലൂറിൻ ആൻഡ് ഫ്ലൂറിൻ. ഓക്കെ,
So if the shell is same, this will be the order from n equal to 2. n equal to 2, അതായത് സെക്കൻഡ് ഷെല്ല് തൊട്ടാണ് നിങ്ങളിത് ഓർത്ത് വെക്കേണ്ടത്. സി ഇനി ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ 1s ഓവർലാപ്പിംഗ് ആണ് കൂടുതൽ. 1s ഓവർലാപ്പിംഗ് ആണ് കൂടുതൽ ആസ് കമ്പയർ ടു 1s 2p ഓവർലാപ്പിംഗ് ആസ് കമ്പയർ ടു 2p ഓവർലാപ്പിംഗ് ആസ് കമ്പയർ ടു, അല്ലെങ്കിൽ ഇത്ര വരെ പറഞ്ഞാൽ നിങ്ങൾ 1s 2s നോക്കാം. ഇത് ഓർത്താൽ മതി. 1s 2s. സി 1s ഓവർലാപ്പിംഗ് വിൽ ബി ഗ്രേറ്റർ ആസ് കമ്പയർ ടു 1s 2s. 1s ഓവർലാപ്പ് ചെയ്യുന്ന കേസ് ഏതാ? ഹൈഡ്രജൻ അല്ല, H2 മോളിക്യൂൾ. H2 മോളിക്യൂൾ ഇസ് മോർ സ്റ്റേബിൾ. 2s ഏതാ വരുന്നത്? 1s വിൽ ബി മോർ സ്റ്റേബിൾ. ഓക്കെ, ഷെല്ലിൻ്റെ നിങ്ങൾ നോക്കുക, ഷെല്ല് കുറയും തോറും അവർ തമ്മിലുള്ള ഓവർലാപ്പിംഗ് ആണ് കൂടുതലുണ്ടാവുക. സെയിം ഷെല്ലാണെങ്കിൽ PP ഓവർലാപ്പിംഗ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഇതെന്തായിരിക്കും? ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഡിഫറെൻറ്റ് ഷെൽസ് ആണെങ്കിൽ നിങ്ങളിത് ഓർത്ത് വെക്കുക. ഡിഫറെൻറ്റ് ഷെൽസ് ആണെങ്കിൽ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽസ് will form effective overlapping. അതായത് ലോസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി എങ്ങനെയാണ് കൂടുതൽ? ഇഫ് ദി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈസ് ഇൻക്രീസിങ്, ദ എനർജി ഈസ് ഓൾസോ ഇൻക്രീസിങ് അല്ലേ? അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ഡിഫറെൻറ്റ് ഷെൽസ് ആണ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലോവസ്റ്റ് എനർജി ഓവർലാപ്പ് ചെയ്യുന്നതായിരിക്കും എന്ത്? ഇഫക്റ്റീവ് ഓവർലാപ്പിംഗ്. നമ്മളിപ്പോൾ ഷെൽസ് വെച്ചാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ലോവസ്റ്റ് എനർജി ഷെല്ലിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് ആയിരിക്കും എന്ത്? മോർ ഇഫക്റ്റീവ്. ഇഫ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് മോർ, ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് വിൽ ബി മോർ, ഓർ ദ സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ട് വിൽ ബി ഹയർ. ഓക്കെ, ഇവിടെ ഓർത്ത് വെക്കുക. ഫ്രം സെക്കൻഡ് ഷെൽ PP ആക്സിയൽ ഓവർലാപ്പിംഗ്. ഇത് നമ്മൾ പറയുന്നത് ആക്സിയൽ ഓവർലാപ്പിംഗിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ സിഗ്മ ബോണ്ടിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, 2p is greater as compared to 2s 2p as compared to 2s 2s ഓവർലാപ്പിംഗ്. ഇവിടെയാണെങ്കിൽ 1s ഓവർലാപ്പിംഗ് ആണ് കൂടുതൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ, 1s 2s ഓവർലാപ്പിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ 2p 3p ഓവർലാപ്പിംഗ് ഉണ്ട്, 2p ഓവർലാപ്പിംഗ് ഉണ്ട്. ഏതായിരിക്കും ഗ്രേറ്റർ? ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ ആണെങ്കിൽ മോർ ഇഫക്റ്റീവ് ആവുമെന്ന് പറഞ്ഞു. സോ വിച്ച് വിൽ ബി മോർ ഇഫക്റ്റീവ് ഓവർലാപ്പിംഗ്? അല്ലെങ്കിൽ ഏതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് ആയിരിക്കും? ഏത് ഓവർലാപ്പിങ്ങിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് ആയിരിക്കും കൂടുതൽ? അല്ലെങ്കിൽ കൂടുതൽ 2p 3p ആയിരിക്കുമോ, അതോ 2p 2p ഓവർലാപ്പിംഗ് ആയിരിക്കുമോ? ഏതായിരിക്കും? സി 2p 2p ഓവർലാപ്പിംഗ് അല്ലേ? 2p 2p ഓവർലാപ്പിംഗ്. ലോവസ്റ്റ് എനർജി ഓർബിറ്റൽസ് ആണെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ്, അല്ലെങ്കിൽ കൂടുതൽ ഓവർലാപ്പിംഗ്, അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് അവിടെ ആയിരിക്കും കൂടുതൽ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പൈ ബോണ്ടിങ് ആണ്, അതായത് പൈ ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് ആണ് നോക്കുന്നതെങ്കിൽ സ്ട്രെങ്ത് ഓഫ് പൈ ബോണ്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, സ്ട്രെങ്ത് ഓഫ് പൈ ബോണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പോയിന്റ് ഓർത്ത് വെക്കുക. നമുക്ക് ആ ഒരു സീക്വൻസ് പറയാം. 2p പൈ ഓവർലാപ്പിംഗ് ആയിരിക്കും മോർ സ്ട്രോങ്ങർ ആസ് കമ്പയർ ടു 2p പൈ
3d pi orbit as compared to yes 2p pi 3p pi bond. ഇതാണ് പൈ ബോണ്ടിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ സീക്വൻസ്. 2p pi 2p pi bond will be more stronger as compared to 2p pi 3d pi bond as compared to 2p pi 3p pi bond. ഓക്കെ, പിന്നെയാണ് എന്ത് വരുന്നത് 3p പൈയും 3p പൈയും ബോണ്ട് വരുന്നത്. സോ ദ മോർ സ്ട്രോങ്ങർ വിൽ ബി 2p pi bond. സി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ പൈ ബോണ്ട് കൂടും. ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ പൈ ബോണ്ട് കൂടും. അത് ഓർത്താൽ മതി. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. എയും ബിയും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നു. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പ്രൈമറി ബോണ്ട് ഏതായിരിക്കും? സിഗ്മ ബോണ്ടായിരിക്കും അല്ലേ? സിഗ്മ ബോണ്ടാണ് പൊതുവെ ജനറലി ഫോം ചെയ്യുന്നത്. ദെൻ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് വന്നു, എഗെയിൻ ഒരു ബോണ്ട് വരുമ്പോൾ അതെന്തായിരിക്കും? പൈ ബോണ്ടായിരിക്കും. എഗെയിൻ ഒരു ബോണ്ട് വന്നു, അതെന്തായിരിക്കും? പൈ ബോണ്ടായിരിക്കും. ആൻഡ് എഗെയിൻ ഒരു ബോണ്ടും കൂടി വന്നാൽ അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഡെൽറ്റ ബോണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് വിൽ ബി ഡെൽറ്റ ബോണ്ട്. നാലാമത്തെ ബോണ്ട് ഡെൽറ്റ ബോണ്ടായിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ ആൻഡ് ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു 2p pi ബോണ്ടാണ് കൂടുതൽ മോർ സ്ട്രോങ്ങർ ആസ് കമ്പയർ ടു 3p pi ബോണ്ട്. സി കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. കാർബൺ സെക്കൻഡ് പീരിയഡ് കാർബൺ സിലിക്കൺ അല്ലേ? ഇത് രണ്ടും എന്താണ്? ഒരേ ഗ്രൂപ്പിൽ കാർബണിന് തൊട്ട് താഴെ ആരുണ്ട്? സിലിക്കൺ ഉണ്ട്. സോ ഇവർ തമ്മിൽ എന്തുണ്ട്? പൈ ബോണ്ട് ഉണ്ട്. ഇവിടെ കാർബൺ പൈ ബോണ്ട് ഉണ്ട്, സിലിക്കൺ പൈ ബോണ്ട് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ലൈവ് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ലൈവൊക്കെ കാണുക, മീൻസ് റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് കാണാം. കൂടാതെ ഇവിടെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രാക്ടീസ് സെഷൻ എവിടെയാണ്? ആപ്പിലാണ് ചെയ്യുന്നത്. സോ പ്രാക്ടീസ് സെഷൻ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇന്നലെ വൈകുന്നേരം നമ്മൾ 6 മണിക്ക് അപ് ടു നമ്മൾ ഡൈപോൾ മൊമെൻ്റ് ആയിരുന്നു ലാസ്റ്റ് സെഷനിൽ പഠിച്ചത്. അപ് ടു ഡൈപോൾ മൊമെൻ്റ് വരെയുള്ള ഒരു 35ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ പെയേഴ്സാണ്, ഐസോസ്ട്രക്ചറൽ പെയേഴ്സാണ് കണ്ടുപിടിക്കണമെങ്കിൽ പെയേഴ്സ് എന്ന് പറയുമ്പോൾ 4 ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ മൊത്തം 8 മോളിക്യൂൾ ഉണ്ടാവും. നിങ്ങൾ ഈ 8 മോളിക്യൂളിന് സ്ട്രക്ചർ വരയ്ക്കാൻ പോയി എത്ര സമയം എടുക്കും? ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്നല്ലേ പറയുന്നത്. സോ ഈ 1 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് അർത്ഥം. ഓക്കെ സോ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആൻസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ട്രിക്കൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് കിട്ടാം, മീൻസ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈ പെയേഴ്സിനെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ എന്താണ്? കാർബൺ സെക്കൻഡ് പീരിയഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ദർ വിൽ ബി 2p pi ബോണ്ടല്ലേ ഉണ്ടാവുക അല്ലേ? ഇവിടെ എന്താണ് ഉണ്ടാവുക? ഇവിടെ എന്താണ്? ഇത് തേർഡ് പീരിയഡ് ആണ്, വിച്ച് മീൻസ് 3 ഷെല്ലുണ്ട്. ദർ വിൽ ബി ഹിയർ 3p pi ബോണ്ടാണ്. സിലിക്കൺ ഡബിൾ ബോണ്ട് ഇറ്റ് ഈസ് സോ റെയർ. എന്തുകൊണ്ടാണ്? ദ ബോണ്ട് സ്ട്രെങ്ത് ഈസ് വെരി ലെസ് അല്ലേ? ബോണ്ട് സ്ട്രെങ്ത് വളരെ കുറവാണ്. സോ ദിസ് ഈസ് സോ റെയർ. ഇതെന്താണ്? ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതല്ലേ അല്ലേ? ദിസ് ഈസ് കോമൺ. വൈ? ബിക്കോസ് 2p pi ബോണ്ട് ഈസ് മോർ സ്ട്രോങ്ങർ ആസ് കമ്പയർഡ് ടു 3p pi ബോണ്ട് അല്ലേ? ദാറ്റ്സ് വൈ സിലിക്കൺ ഡബിൾ ബോണ്ട് ഈസ് റെയർ ടു സി. ബിക്കോസ് ആ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം. ഇത്തിരി എനർജി ഉണ്ടെങ്കിൽ തന്നെ ബ്രേക്ക് ചെയ്ത് പോകും പൈ ബോണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഫോർമേഷൻ ഓഫ് F2O2 N2 മോളിക്യൂൾ. ഓക്കെ, എങ്ങനെയാണ്
ഫ്ലൂറിൻ ബോണ്ട് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് നൈട്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്, ആൻഡ് ഈ N2 മോളിക്യൂൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ F2 മോളിക്യൂൾ എടുക്കുക. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ ഓഫ് ഫ്ലൂറിൻ 9. So 1s2, 2s2, 2p, 5 അല്ലേ. ഒരു കോമ്പൗണ്ടിൽ ബോണ്ട് p ആണോ p d ആണോ എന്ന് എങ്ങനെ അറിയാം? ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ ഡൗട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഹൈബ്രിഡൈസേഷൻ പഠിച്ചതിന് ശേഷം നമുക്കത് പറയാം. ഓക്കെ, അതുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കണം. ഓക്കെ, SP ആണോ, SP2 ആണോ, SP3 ആണോ? ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അവിടെ p ബോണ്ടാണോ അതോ p d ബോണ്ടാണോ. ഓക്കെ, സോ എന്തുണ്ട്? ദിസ് ഈസ് 2s, ദിസ് ഈസ് 2p. സോ 2 1 2 3 4 5. സി ഇവിടെ എന്തുണ്ട്? ഒരു p ഓർബിറ്റലിൽ ഒരു ഓഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. സോ ഇതിനെ നമുക്ക് pz ആയിട്ട് പറയാം. ഇത് px ആയിട്ട് പറയാം, ഇത് py ആയിട്ട് പറയാം. അഗെയിൻ ഇവിടെ എന്തുണ്ട്? ഈ 2sലും 2 ഇലക്ട്രോൺ ഉണ്ട്, 2pയിലും. ദിസ് ഈസ് 2p, ദിസ് ഈസ് px, py, pz. സി നമുക്ക് ഇത് മാത്രമേ px ആയിട്ട് എപ്പോഴും എടുക്കാൻ പാടുള്ളൂ എന്നില്ല. ഈ 3 ഓർബിറ്റൽസ് എന്താണ്? ഡീജനറേറ്റ് ആണ്, 3ലും ഒരേ എനർജിയാണ് അല്ലേ. സോ നമുക്ക് ഏതിനെയും px ആണ്, py ആണ്, pz ആണെന്ന് പറയാം. ഓക്കെ, സോ ഈ pz ഓർബിറ്റലും എന്ത് ചെയ്യും? ആക്സിയലി ഓവർലാപ്പ് ചെയ്യും. ദിസ് ഈസ് pz. ഇതാണ് എന്ത്? ഞാൻ അലോങ് ദ എക്സ് ആക്സിസ്, z ആക്സിസ് ആണ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് കണക്കാക്കുന്നത്. സോ ഇവിടെ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇതെന്താണ്? ദിസ് ഈസ് pz. ഇതിനെ px ആയിട്ട് പറയാം, ഇതിനെ py ആയിട്ട് എടുക്കാം. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഇതൊരു F. ഇനി നെക്സ്റ്റ് ഫ്ലൂറിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് വരയ്ക്കണേ. സി ദിസ് ഈസ് pz ഓഫ് അനദർ. ഈ രണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? പോയി. ഈ 2 ഇലക്ട്രോണും ഈ 2 ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യും. ദിസ് ഈസ് ദി ഓവർലാപ്പിംഗ് ഏരിയ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ സൈൻ ഇതാണ് കൊടുത്തത്, ഇവിടെ ഞാൻ സൈൻ ഇത് കൊടുക്കാം. സോ എന്തായി? ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സ്പിൻ വന്നില്ലേ? നിങ്ങൾ ഓർക്കേണ്ടത് 2 ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസിൻ്റെ സ്പിൻ എന്തായിരിക്കണം? ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. ഓക്കെ, അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതെന്താണ്? pz ആണ്. ഇവിടുത്തെ pzഉം ഈ pzഉം തമ്മിൽ എന്ത് ചെയ്തു? ആക്സിയൽ ഓവർലാപ്പിംഗ് നടന്നു. അവിടെ എന്തുണ്ടായി? ff, അതായത് ഫ്ലൂറിൻ തമ്മിൽ എന്തുണ്ടായി? സിഗ്മ ബോണ്ട് ഉണ്ടായി. ബിക്കോസ് ദേ ആർ ഓവർലാപ്പിംഗ് ത്രൂ അലോങ് ദ ആക്സിസ് അല്ലേ. അലോങ് ദ ആക്സിസ് ആണ് എന്ത് നടക്കുന്നത്? ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി നമ്മൾ ഓക്സിജൻ ആണെങ്കിലോ, ഓക്സിജൻ തമ്മിൽ എന്താണ്? ഡബിൾ ബോണ്ട് ആണല്ലേ. O2, 1s2, 2s2, 2p, 4. Okay, this is 2s, ഇത് നമുക്ക് 2p, px, py, pz. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 4 ഇലക്ട്രോൺ. 4. ഞാൻ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന രീതി എന്നും കൂടി നിങ്ങൾ നോക്കി വെക്കുക അല്ലേ. ആദ്യം എന്തായിരിക്കണം? ഡീജനറേറ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണെങ്കിൽ ആദ്യം
ആ ഓർബിറ്റൽസ് ഒക്കെ സിംഗിളി ഒക്യുപ്പൈഡ് ആയിരിക്കണം. അതിന് ശേഷം മാത്രമേ പെയർ ചെയ്യാൻ പാടുള്ളൂ. അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഈ ഓക്സിജൻ ആൻഡ് അഗെയിൻ ഈ നെക്സ്റ്റ് ഓക്സിജൻ എന്തുണ്ടാവും, സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും അല്ലേ. ഇവിടെ ഞാനിത് ഓപ്പോസിറ്റ് സ്പിന്ന് കൊടുക്കാം. ഓക്കെ, ഇവ രണ്ട് തമ്മിലാണ്. പി വൈ എന്ത് അടക്കും? അതിന് മുന്നേ ഞാൻ പി സെഡ് പറയാം. സെഡ് ആണ് നമ്മൾ എന്ത് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. സോ പി സെഡ് അലോങ് ദി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് എന്ത് ചെയ്യും, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് നടക്കും. പി വൈ പെർപെൻഡിക്കുലർ ടു ദി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയതുകൊണ്ട് പാരലൽ ഓവർലാപ്പിംഗ് നടക്കും അല്ലേ. ഇതെന്താണ്, ഇത് പി സെഡ് ആണ്, ഇത് പി വൈ ആണ്, ഇത് പി എക്സ് ആണെന്ന് പറയാം. സോ പി എക്സിൽ എന്തുണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. പി വൈയിൽ സിംഗ്ലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണുള്ളത്. ആൻഡ് അഗെയിൻ ഇവിടെ എന്ത് നടക്കും, ഓവർലാപ്പ് ചെയ്തേ. ഇതും പി സെഡ് ആണ്. പി സെഡിൽ ഇവിടെ എന്തുണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. സോ ദേ ആർ ഓവർലാപ്പിംഗ്. ആൻഡ് ഇവിടെയാണ് എന്ത്, ഇലക്ട്രോൺസിന് കാണാനുള്ള പ്രോബബിലിറ്റി ഉള്ള സ്ഥലം ഏതാണ്, ഓവർലാപ്പിംഗ് ഏരിയയിലാണ് അല്ലേ. എവിടെയാണോ ഓവർലാപ്പ് ചെയ്ത് അവിടെ. സോ ദിസ് ഈസ് പി വൈ, ദിസ് ഈസ് പി എക്സ്. ഇവിടെ എന്തുണ്ട്, ഇവിടെയും സിംഗ്ലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ പി വൈയിൽ. പി എക്സിൽ എന്തുണ്ട്, ഡബിളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ പി വൈയും എന്ത് നടക്കും, പാരലൽ ഓവർലാപ്പിംഗ് നടക്കും. ദിസ് ഈസ് ഓൾസോ പി വൈ. ദിസ് ഈസ് ഓൾസോ പി വൈ. ഇതാണ് പി വൈ. ഇവർ തമ്മിൽ പാരലൽ ഓവർലാപ്പിംഗ് നടക്കും അല്ലേ. സോ ദർ വിൽ ബി ഓക്സിജൻ ഡബിൾ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. ഇനി നൈട്രജൻ ആണെങ്കിലോ, നൈട്രജൻ നിങ്ങൾക്ക് തന്നെ സ്വന്തം വരച്ച് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. സോ ഈ നൈട്രജൻ ആണെങ്കിൽ N2 മോളിക്യൂളിന് എന്താണ് അവിടെ, ട്രിപ്പിൾ ബോണ്ടാണല്ലേ. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും. എങ്ങനെയാണ് കിട്ടുന്നത്, നൈട്രജൻ അറ്റോമിക് നമ്പർ ഈസ് 7 അല്ലേ. സോ 1s2 2s2 2p3. 2sൽ 2 ഇലക്ട്രോൺ, 2pയിലാണെങ്കിൽ 3 ഇലക്ട്രോൺ അല്ലേ. പി എക്സ് പി വൈ പി സെഡ് അല്ലേ. ഇനി എന്തുണ്ട്, ഇവിടെ 3 ലോബ്സിന് 3 കളർ കൊടുക്കാം. സോ നിങ്ങൾ നോക്കുക, ഇത് പി വൈ ആയിട്ട് എടുക്കുകയാണ്, വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഓക്കെ, സോ എക്സ് ആക്സിസ് അലോങ് ദി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. നെക്സ്റ്റ് നൈട്രജനിലും സെയിം അല്ലേ കോൺഫിഗറേഷൻ. സോ ഇവിടെ നിന്നും ഒരു ഓവർലാപ്പിംഗ് സംഭവിച്ചു. വൈയിലും എന്തുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. എക്സിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും ഉണ്ട്. സോ ദർ വിൽ ബി സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ PZ orbital, and there will be pi bond between PY, and there will be parallel overlapping between PX. So എന്തായി, നൈട്രജൻ തമ്മിൽ ഒരു സിഗ്മ ബോണ്ട്, then 2 പൈ ബോണ്ട്. That's how the nitrogen is bonded. ഒരു സിഗ്മ ബോണ്ടും 2 കോവാലൻ ബോണ്ടും 2 പൈ ബോണ്ടും എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായോ?
ഇനി നമ്മൾ ഹൈബ്രിഡൈസേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിംഗ് ആണ്. മനസ്സിലായല്ലോ എന്താണ് കോവാലന്റ് ബോണ്ടിൻ്റെ മെക്കാനിസം? ഓക്കെ. നൗ ഹൈബ്രിഡൈസേഷൻ, നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ്റെ ഓരോ പോയിൻറ്റും നിങ്ങൾ പഠിച്ച് വയ്ക്കുക. ബിക്കോസ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം, അല്ലേ, അല്ലെങ്കിൽ അസേർഷൻ റീസണിൽ ചോദിക്കാം. സോ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഹൈബ്രിഡൈസേഷൻ എന്താണ് ഹൈബ്രിഡൈസേഷൻ? അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, അല്ലേ? ഏത് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ? ഓർത്ത് വെക്കുക, വാലൻസ് ഷെല്ലിൽ അറ്റോമിക് ഓർബിറ്റൽസ് ആയിരിക്കും ഓവർലാപ്പ് ചെയ്യുക. വാലൻസ് ഷെല്ലിലെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. കൂടാതെ ഈ അറ്റോമിക് ഓർബിറ്റൽസിന് എനർജി എന്തായിരിക്കണം? സിമിലർ എനർജി ആയിരിക്കണം. വാലൻസ് ഷെല്ലിലെ അറ്റോമിക് ഓർബിറ്റൽസ് ആൻഡ് അഗെയിൻ the atomic orbitals should have similar energies, അല്ലേ? ഈ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഹൈബ്രിഡ് ഓർബിറ്റൽസ്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ മെർജ് ചെയ്തത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തത്, അത്രയും തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസും ഉണ്ടാവും. ഓക്കെ, അതായത് വാലൻസ് ഷെല്ലിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഏതിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അവരുടെ എനർജി എന്തായിരിക്കണം? സിമിലർ എനർജി ആയിരിക്കണം. അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജി എന്തായിരിക്കണം? സിമിലർ എനർജി ആയിരിക്കണം. ഇവരാണ് എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക, അല്ലേ? ഇവർ തമ്മിലാണ്, ഈ അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലാണ് കമ്പൈൻ ചെയ്യുക. സോ എത്ര അറ്റോമിക് ഓർബിറ്റൽസ്? നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് combined is equal to number of hybrid orbitals formed. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇനി ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? The number of hybrid orbitals is equal to the number of atomic orbitals that get hybridized, അല്ലേ? ഓൾറെഡി പറഞ്ഞു. ഓക്കെ, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുക അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. Now the hybridized orbitals are always equivalent in energy and shape. See, ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതിന് മുന്നേ എന്താ? അറ്റോമിക് ഓർബിറ്റൽസ് ഓരോ അറ്റോമിക് ഓർബിറ്റൽസ് ആയിരുന്നു. എസ് ഓർബിറ്റലായിരുന്നു, പി ഓർബിറ്റലായിരുന്നു, അല്ലേ? പക്ഷേ ഈ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത സമയത്ത് ഈ ഹൈബ്രിഡ് ഇതൊക്കെ എന്തായി? ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിട്ട് മാറി. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് എന്തായിരിക്കും? എനർജി ഒക്കെ സെയിം ആയിരിക്കും. ആൻഡ് അഗെയിൻ ദെയർ ഷേപ്പ് വിൽ ബി സെയിം. എസ് ഓർബിറ്റലും പി ഓർബിറ്റലും നോക്കുക, എന്തായിരുന്നു അതിൻ്റെ ഷേപ്പ്? എസ് ഓർബിറ്റൽ സ്ഫെറിക്കലായിരുന്നു, പി ഓർബിറ്റൽ എന്തായിരുന്നു? ഡംബൽ ഷേപ്പ് ആയിരുന്നു, അല്ലേ? ഇവർ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത സമയത്ത് എന്തായി? ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടി. സോ ഈ ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പും സെയിം ആയിരിക്കും. ആൻഡ് ദെയർ എനർജി ഈസ് ഓൾസോ സെയിം. ഓക്കെ, and these hybrid orbitals are more effective in forming stable bonds than the pure atomic orbitals. അതായത് പ്യുവർ ആറ്റോമിക് ഓർബിറ്റൽസ് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നതിനേക്കാളും ഇഫക്റ്റീവ് ആണ് എന്ത്? ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് സ്റ്റേബിൾ ബോണ്ട് ഫോം ചെയ്യുക. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? പ്യുവർ ആറ്റോമിക് ഓർബിറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പറയാം, ഓക്കെ, ഞാൻ പറയാം എന്തുകൊണ്ടാണ്. These hybrid orbitals are directed in space in some preferred direction to have minimum repulsion between electron pairs and thus a stable arrangement. അതായത് ഹൈബ്രിഡൈസേഷന് ശേഷം നമ്മൾ പറഞ്ഞു ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് എന്താണ്? ഷേപ്പ് ഒക്കെ സെയിം ആണ്, അല്ലേ? എനർജിയും സെയിം ആണ്. സോ ഇവർ തമ്മിൽ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെയാണ് സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുക? മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും. 360 ഡിഗ്രിയല്ലേ ഉള്ളൂ. ഈ 360 ഡിഗ്രിയിൽ മാക്സിമം ഡിസ്റ്റൻസ് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് മാക്സിമം ഡിസ്റ്റൻസ് പ്ലേസ് ചെയ്യുന്നത്? ഫോർ മിനിമം റിപ്പൽഷൻ, അല്ലേ? മാക്സിമം ഡിസ്റ്റൻസ് മീൻസ് ഇറ്റ് വിൽ കോസ് മിനിമം റിപ്പൽഷൻ മിനിമം ആണെങ്കിൽ എനർജി എന്തായിരിക്കും? ദ എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം വിൽ ബി ലോ, വിച്ച് മീൻസ് ദാറ്റ് സിസ്റ്റം ഈസ് മോർ സ്റ്റേബിൾ, അല്ലേ? സോ നമ്മൾ പറയാണ്, നമ്മൾ മീഥൈൻ എടുക്കാം, CH4. ആരാണ് സെൻട്രൽ ആറ്റം? ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഏതിന് മാത്രമാണ്? സെൻട്രൽ ആറ്റം, അല്ലേ? സെൻട്രൽ ആറ്റത്തിൻ്റെ കേസാണ് നമ്മൾ ഈ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുന്നത്. സോ കാർബൺ എടുത്തു, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, ദാറ്റ് ഈസ് 1s2
2s2 2p2 അല്ലേ അല്ലേ? ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് ഏതിൽ ഇൻവോൾവ് ചെയ്യുക? ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് 2s, ദിസ് ഈസ് 2p ഓർബിറ്റൽസ് അല്ലേ? 2sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 2pയിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. സോ ഹൈഡ്രജൻ്റെ കേസ് എന്താണ്? 4 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ 1sൽ 1 ഇലക്ട്രോൺ ആയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ നോക്കുക, ഇതാണ് എന്ത്? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കാർബണിൻ്റെ കോൺഫിഗറേഷൻ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കൊവാലൻസി 2 ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ 2s then 2p, അതായത് ഒരു ഇലക്ട്രോൺ 2sന്ന് ഏതിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോവും? 2pയിലേക്ക് പോവും. ഇപ്പം എത്രയാണ് കൊവാലൻസി? നമ്മൾ GOCൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൊവാലൻസി മാക്സിമം കൊവാലൻസി 4, സെക്കൻഡ് പീരിയഡിലുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ. സോ ഇവിടുത്തെ കൊവാലൻസി 4 ആണല്ലേ? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 4 ആണ്. സോ നിങ്ങൾ നോക്കുക, ഈ 2s ഓർബിറ്റലും ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും, ഈ 2p ഓർബിറ്റലും ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ, 4 ഹൈഡ്രജൻ ഇല്ലേ? സോ 4 1s ഓർബിറ്റലായിട്ട് 4 ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു വിചാരിക്കുക. സോ 2s 1s, ഇവിടെ ഓവർലാപ്പിംഗ് എന്തായിരിക്കും? 2s 1s. ഇവിടെ എന്തായിരിക്കും? 2p 1s അല്ലേ? സി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2s 1s ഓവർലാപ്പിംഗ് ആണ് എന്ത് മോർ സ്റ്റേബിൾ ആസ് കമ്പയർ ടു 2p 1s ഓവർലാപ്പിംഗ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഓവർലാപ്പിംഗ് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ഈ CH ബോണ്ട്, ഈ ബോണ്ടായിരിക്കും എന്ത്? ഈ ബോണ്ട് ചെറുതും ഈ ബോണ്ട് കമ്പാരിറ്റീവ്ലി വലുതും ആയിരിക്കില്ലേ നമ്മൾ തിയറട്ടിക്കലി നോക്കുകയാണെങ്കിൽ. പക്ഷേങ്കിൽ എക്സ്പെരിമെൻ്റലി എന്താണ്? 4 CH ബോണ്ടും ബോണ്ട് ലെങ്ത് സെയിം ആണ്. ബോണ്ട് ലെങ്ത് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഈ ഒരു തിയറി വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഓവർലാപ്പിംഗ് വെച്ച് നമുക്ക് ഇതിന് ബോണ്ട് ലെങ്ത് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇവിടെയാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയല്ല കേസ് എന്ന് മനസ്സിലായി. ഇതല്ല കേസ്. സോ എന്ത് നടക്കും? ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടക്കും. അതായത് ഞാൻ പറഞ്ഞു വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഹാവിങ് സിമിലർ എനർജീസ് വിൽ കമ്പൈൻ ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസും ഫോം ചെയ്യും. സോ ഇവിടെ എന്താണ്? ഒരു ഇത് 1s ഓർബിറ്റൽ അല്ല കേട്ടോ, ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്തിട്ട് അവരെന്തുണ്ടാവും? sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. എത്ര sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്തത്? 4. സോ ദേ വിൽ ഫോം 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് എന്താണ്? ഷേപ്പും സെയിം ആണ്, എനർജിയും സെയിം ആണ്. നമ്മൾ നേരത്തെ 2s 1s ഒക്കെ 2s 2p ആണെങ്കിലോ അവർ തമ്മിൽ എനർജി ഡിഫറൻസ് ഉണ്ടല്ലേ? ഇവിടെ എന്താണ്? സെയിം എനർജിയാണ്, സെയിം ഷേപ്പാണ്. 2s 2p നോക്കുമ്പോൾ അവർ ഷേപ്പ് ഡിഫറൻസ് ആയിരുന്നു. പക്ഷേങ്കിൽ ഹൈബ്രിഡൈസേഷന് ശേഷം എനർജിയും സെയിമായി ആൻഡ് ഷേപ്പും സെയിമായി അല്ലേ? സോ ഇപ്പം നോക്കിക്കേ, ഈ sp3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺ വെച്ചുണ്ട്. ഇവരെന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലായിട്ട്. ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ എന്തുണ്ട്? ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട് അല്ലേ? ഓരോ ഇലക്ട്രോൺ, ഞാൻ ഓപ്പോസിറ്റ് സ്പിന്നാണേ കൊടുക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. സോ ഇവരെന്ത് എടുത്തുക്കും? ഇവർ sp3 hybrid orbital of carbon will overlap with 1s orbital of hydrogen and they will form covalent bond. ഇത് മനസ്സിലായോ?
ഇത് മനസ്സിലായോ? ഈ കഥ മൊത്തം മനസ്സിലായോ? And they will form covalent bond. So ഇവിടെ എന്താണ് നടക്കുന്നത്? sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് കാർബൺ ഏതായിട്ട് ഓവർലാപ്പ് ചെയ്യും? 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് ആക്സിയലി ഓവർലാപ്പ് ചെയ്ത് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇപ്പം sp3യുടെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ, ഷേപ്പ് നമ്മൾ പറഞ്ഞു സെയിം എനർജി ഉള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആൻഡ് സെയിം ഷേപ്പാണ്, പക്ഷെ ഞാൻ വരച്ചത് സെയിം ഷേപ്പ് അല്ല അല്ലേ. സെയിം ഷേപ്പ് വിത്ത് സെയിം എനർജി sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആൻഡ് ദേ വിൽ ഫോം എന്താ, ഇവരെന്താണ് മാക്സിമം ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്യുക. മാക്സിമം ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യും. ഇതാണ് എന്ത്, മാക്സിമം ഡിസ്റ്റൻസിൽ ഈ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിനും മാക്സിമം ഡിസ്റ്റൻസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ദാറ്റ് ഈസ് 109.5 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ VSEPR അല്ലേ. സോ ഇതാണ് എന്ത്, sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്, 4 ലോബ് അല്ലേ. സോ ഈ കാർബണിൻ്റെ sp3 ഓർബിറ്റലായിട്ട് 6 ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. മനസ്സിലായോ? CH ബോണ്ട് ഫോർമേഷൻ മനസ്സിലായോ? ഓക്കെ. സോ ഹൈബ്രിഡൈസേഷൻ നടക്കണമെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസ് എന്താവാൻ, ഹാഫ് ഫിൽഡ് ആവാം, വേക്കൻ്റ് ആവാം. ഓക്കെ, ഓർ ഹാഫ് ഫിൽഡ് ആവാം, വേക്കൻ്റ് ആവാം, അല്ലെങ്കിൽ ഡബിളി ഓക്കുപ്പൈഡ് ആയിട്ട് ഉള്ള അറ്റോമിക് ഓർബിറ്റൽസും ആവാം. ഓക്കെ. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒരാറ്റത്തിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റലും മറ്റേ ആറ്റത്തിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റലും തമ്മിൽ എന്ത് ഫോം ചെയ്യും? ഓവർലാപ്പിംഗ് ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റലും വേറൊരു ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റലും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാം. അല്ലെങ്കിൽ 2 ആറ്റം അല്ലേ, നമ്മൾ C2H6 ഈഥയിൽ കാർബൺ അല്ലേ, ഈ കാർബണിനും എന്തുണ്ടാവും, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും, ഈ കാർബണിനും ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ഈ 2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും ആക്സിയലി ഓവർലാപ്പ് ചെയ്ത് എന്തുണ്ടാവും, സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. സോ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും എന്ത് ഫോം ചെയ്യും, സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇത് ഓർത്ത് വെക്കുക. സോ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എപ്പോഴും എന്താണ് ഫോം ചെയ്യുക, ഹൈബ്രിഡ് ഓർബിറ്റൽ എപ്പോഴും സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുക. നൗ നമുക്ക് സ്റ്റെറിക് നമ്പർ നോക്കാം. എന്താണ് സ്റ്റെറിക് നമ്പർ എന്നറിയോ? നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ സ്റ്റെറിക് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. സ്റ്റെറിക് നമ്പർ കിട്ടിയാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു മോളിക്യൂൾ കിട്ടുമ്പോൾ തന്നെ സ്റ്റെറിക് നമ്പർ അങ്ങ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കിട്ടി. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഹൈബ്രിഡൈസേഷൻ ആണല്ലോ ഈശ്വരൻ എനിക്ക് അറിഞ്ഞൂടല്ലേ എങ്ങനെ കണ്ടുപിടിക്കുക, അതൊന്നും ആലോചിക്കണം. സ്റ്റെറിക് നമ്പർ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ എന്താണ് സ്റ്റെറിക് നമ്പർ? സിംപ്ലി നിങ്ങൾ ഇത് നോക്കിയാൽ മതി. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോണ്ട് പെയർസ്. VSEPR അനുസരിച്ചാണെങ്കിൽ നമ്പർ ഓഫ് ബോണ്ട് പെയർസ്, അതായത് ഡബിൾ ബോണ്ട് ആണെങ്കിലും VSEPR അനുസരിച്ച് ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് സിംഗിൾ ബോണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പഠിച്ചാൽ മതി, അതിന് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ. അല്ലെങ്കിൽ സ്റ്റെറിക് നമ്പർ ജനറലി ഉള്ളൊരു ഇക്വേഷൻ ഹാഫ് ഇൻറ്റു
M plus V minus C plus A. എന്താണെന്ന് വെച്ചാൽ M means that is number of monovalent atoms. സറൗണ്ടിങ് ആറ്റത്തിൽ എത്ര മോണോവാലൻ്റ് ആറ്റം ഉണ്ട്? ഹൈഡ്രജനും ഹാലജൻസും എന്താണ്? മോണോവാലൻ്റ് ആറ്റംസ് ആണ് അല്ലേ? സോ എത്ര നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റംസ് ഉണ്ട്? പ്ലസ് വി മീൻസ് സെൻട്രൽ ആറ്റത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? സെൻട്രൽ ആറ്റത്തിൽ, അതായത് ന്യൂട്രൽ സ്റ്റേറ്റിൽ ഉണ്ടാവുമ്പോൾ ആ സെൻട്രൽ ആറ്റത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? സി എന്ന് പറഞ്ഞാൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? ഓക്കെ, കാറ്റോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? ആ ചാർജ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. പ്ലസ് എ, എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? ആനിയോണിൻ്റെ കേസാണ് പറയുന്നത്. എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഡൈവാലൻ്റ് ആണെങ്കിൽ ഇതിലൊന്നും പെടുന്നില്ല അല്ലേ? സോ ഓക്സിജൻ സൾഫറൊക്കെ ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ മോണോവാലൻ്റ് ആറ്റം മാത്രമാണ്, നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റം മാത്രമാണ് ഇക്വേഷനിൽ പറയുന്നത്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെറിക് നമ്പർ കണ്ടുപിടിക്കാം. പക്ഷേ എങ്കിൽ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എത്രയുണ്ട്, നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ സ്റ്റെറിക് നമ്പർ കിട്ടി അല്ലേ? സോ സ്റ്റെറിക് നമ്പർ, ഇഫ് ദ സ്റ്റെറിക് നമ്പർ ഈസ് 2, ദി ഹൈബ്രിഡൈസേഷൻ വിൽ ബി, ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, സ്റ്റെറിക് നമ്പർ 2 ആണെങ്കിൽ ഇനീഷ്യൽ എന്താണ്? എസ് ഓർബിറ്റൽ, പിന്നെ ഒരു പി ഓർബിറ്റൽ. സോ എസ് പി ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ. എസ് പി ആയിരിക്കും എന്ത്? ഹൈബ്രിഡൈസേഷൻ. ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി എസ് പി. ഇനി സ്റ്റെറിക് നമ്പർ 3 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഒരു എസ്സും 2 പിയും, sp2. ഓക്കെ, ഇനി സ്റ്റെറിക് നമ്പർ 4 ആണെങ്കിൽ ദാറ്റ് വിൽ ബി sp3. ഇനി സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ എന്തായിരിക്കും? sp3. 3 പി ഓർബിറ്റൽ കഴിഞ്ഞു, പിന്നെ ഡി ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്യും അല്ലേ? sp3d. ഇനി 6 ആണ് സ്റ്റെറിക് നമ്പർ എങ്കിൽ sp3d2, 2 ഡി ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്തു. ഇനി സ്റ്റെറിക് നമ്പർ 7 ആണെങ്കിൽ sp3d3. ഇതുവരെ ചോദിക്കുള്ളൂ, sp3d3. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെയാണ്? ഒരു എസ്സും ഒരു പിയും അല്ലേ? ഒരു എസ്സും ഒരു പിയും, അതായത് ഏത് പി യു ആവാം, പി എക്സ് ആവാം, പി വൈ ആവാം, പി സെഡ് ആവാം. ബിക്കോസ് ഈ 3 ഓർബിറ്റൽസും എന്താണ്? ഡീജനറേറ്റ് ആണ്, അതായത് സെയിം എനർജി ഉള്ളതാണ്. sp2 ആണെങ്കിലും ഇതിൽ ഈ 3 ഓർബിറ്റൽസിൽ ഏതെങ്കിലും 2 പി ആവാം. sp3 ആണെങ്കിൽ ഒരു എസ്സും പി എക്സ്, പി വൈ, പി സെഡ്, 3 എണ്ണമായി അല്ലേ? 3 പി ഓർബിറ്റലായി. sp3d ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, പി എക്സ് പ്ലസ് പി വൈ പ്ലസ് പി സെഡ് പ്ലസ് ഡി സെഡ് സ്ക്വയർ ആണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ sp3d2 ആണെങ്കിൽ എസ് പ്ലസ് പി എക്സ് പ്ലസ് പി വൈ പ്ലസ് പി സെഡ് പ്ലസ് ഡി സെഡ് സ്ക്വയർ ദെൻ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, sp3d3 ആണെങ്കിൽ പിന്നെയാണ് പ്ലെയിനിലുള്ളത് വരിക, ഡി ഓർബിറ്റൽസ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, പിന്നെ ഡി എക്സ് വൈ, പ്ലെയിനിലുള്ളത് ഏത് വരാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു ഹൈബ്രിഡൈസേഷന് ശേഷം ഈ ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിൻ്റെ എന്ത് എനർജിയും സെയിം ആയിരിക്കും, ഷേപ്പും സെയിം ആയിരിക്കും. സോ sp ആണെങ്കിൽ ഷേപ്പ് എന്താണ്? ഇതാണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഷേപ്പ് അല്ലേ? സോ sp, ഇതും sp ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇതും sp ഹൈബ്രിഡ് ഓർബിറ്റൽ. സോ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെയാണ് സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യുക? മാക്സിമം ഡിസ്റ്റൻസ്, അതായത് റിപ്പൽഷൻ കുറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. സോ മാക്സിമം ഡിസ്റ്റൻസ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? 2 ഓർബിറ്റൽസ് 180 ഡിഗ്രിയിലായിരിക്കും പ്ലേസ് ചെയ്യുക. 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി. സോ എന്താണ് ഇതിൻ്റെ ഷേപ്പ്? ഷേപ്പ് വിൽ ബി ലീനിയർ.
ലീനിയർ ഷേപ്പ് അല്ലേ. സോ എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണെങ്കിൽ എന്തായിരിക്കും ഷേപ്പ്? ലീനിയർ. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ VSEPR പറഞ്ഞ സമയത്ത് BeCl2 ബെറീലിയം ക്ലോറൈഡ്. സി അതിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ലീനിയർ ആയിരുന്നു. ബെറീലിയത്തിന് 2 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലുകൾ, അത് രണ്ടും ക്ലോറിനായിട്ട് ബോണ്ട് ഫോം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഷേപ്പ്? ലീനിയർ ഷേപ്പ്. സോ ഇപ്പം നമുക്ക് മനസ്സിലാവും ഈ ബെറീലിയം ക്ലോറൈഡിൽ ബെറീലിയത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് പ്ലസ് എത്ര ലോൺ പെയർസ് ഉണ്ട് നോക്കിയാൽ മതി. ബെറീലിയത്തിന് എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? ബെറീലിയം ക്ലോറിൻ തമ്മിൽ സിഗ്മ ബോണ്ട് ഉണ്ട് അല്ലേ. സോ ദർ വിൽ ബി 2 സിഗ്മ ബോണ്ട്. 2 സിഗ്മ ബോണ്ട് ആണെങ്കിൽ സ്റ്റെറിക് നമ്പർ വിൽ ബി 2. ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി SP. സോ ദ ഷേപ്പ് വിൽ ബി ലീനിയർ. ബോണ്ട് ആംഗിൾ എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ. അഗെയിൻ നമ്മൾ SP2 ആണെങ്കിൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്? നിങ്ങൾ അതാണ് ഓർക്കേണ്ടത്. SP2 ഏതൊക്കെ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്? ഒരു എസും 2 പിയും. അപ്പോൾ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും? 3 SP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവില്ലേ. ഈ 3 SP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് മാക്സിമം ഡിസ്റ്റൻസ് പ്ലേസ് ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ ബി 120 ഡിഗ്രി അല്ലേ. 120 ഡിഗ്രിയിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. BF3 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 3 സിഗ്മ ബോണ്ട്. സോ ദ സ്റ്റെറിക് നമ്പർ വിൽ ബി 3. ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി SP2. ബോണ്ട് ആംഗിൾ ഈസ് 120 ഡിഗ്രി അല്ലേ. ഇനി SP3 ആണെങ്കിലോ ടെട്രാഹിഡ്രൽ. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതെന്താണ്? ലീനിയർ. SP ആണെങ്കിൽ ലീനിയർ. SP2 ആണെങ്കിൽ ട്രൈഗണൽ പ്ലേനാർ നമ്മൾ BF3യുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ട്രൈഗണൽ പ്ലേനാർ. ഇനി SP3 ആണെങ്കിൽ എന്താണ്? ടെട്രാഹിഡ്രൽ ആണ് അല്ലേ. ഇനി SP3D ആണെങ്കിലോ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽസ് ഉണ്ട്. 5 ഓർബിറ്റൽസ് മാക്സിമം ഡിസ്റ്റൻസിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം? PCl5 ഓർക്കുന്നുണ്ടോ? ട്രയഗണൽ ബൈപിരമിഡൽ. 3 എണ്ണം പ്ലെയിനിലും 2 എണ്ണം ആക്സിയൽ പൊസിഷനിലും. ബൈപിരമിഡൽ. ട്രയഗണൽ ബൈപിരമിഡൽ. SP3D2 ആണെങ്കിലോ 6 ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ ദർ വിൽ ബി 6 SP3D2 ഓർബിറ്റൽസ് അല്ലേ. 6 SP3D2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതെങ്ങനെയാണ് സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുക മാക്സിമം ഡിസ്റ്റൻസിൽ? ഒക്ടാഹിഡ്രൽ. 6 ആണെങ്കിൽ ഒക്ടാഹിഡ്രൽ. 7 ആണെങ്കിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 ആണെങ്കിൽ ദാറ്റ് വിൽ ബി പെൻറ്റഗണൽ. IF7ൻ്റെ കേസിൽ പഠിച്ചിട്ടില്ലേ? പെൻറ്റഗണൽ ബൈപിരമിഡൽ. IF7ൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. IF7 അല്ലേ. ഒക്ടാഹിഡ്രലിൻ്റെ ഒരു കേസ് പറഞ്ഞേ. SF6 നമ്മൾ VSEPRൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ റീകോൾ ചെയ്യാനുള്ളൊരു അവസരമാണിത്. SF6 ട്രയഗണൽ ബൈപിരമിഡൽ ആണെങ്കിലോ PCl5 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. PCl5 ടെട്രാഹിഡ്രൽ ആണെങ്കിലോ EZ1CH4 മീഥെയിൻ അല്ലേ. ട്രയഗണൽ പ്ലേനാർ ആണെങ്കിൽ BF3. ഇതൊക്കെ നിങ്ങൾ റീകോൾ ചെയ്യുക. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് നോക്കേണ്ടത്. സോ ബെറീലിയത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? SP ആയിരിക്കും. കാരണം നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് നോക്കുക. ഇവിടെ 2 സിഗ്മ ബോണ്ട്, ഇവിടെ 3 സിഗ്മ ബോണ്ട്. സോ ഇറ്റ് വിൽ ബി SP2. ഇവിടെ 4 സിഗ്മ ബോണ്ട് SP3. ഇവിടെ 5 സിഗ്മ ബോണ്ട്. സോ SP3D. ഇവിടെ 6 സിഗ്മ ബോണ്ട്. സോ SP3D2. ഇവിടെ 7 സിഗ്മ ബോണ്ട്. എന്താണ് ഹൈബ്രിഡൈസേഷൻ? SP3D3. ഷേപ്പ് എന്താണ് വരിക? പെൻറ്റഗണൽ ബൈപിരമിഡൽ. ഓക്കെ, എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടെ ബോണ്ട് ആംഗിളും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ
നമ്മൾ പറഞ്ഞു എസ് പി ആണെങ്കിൽ എന്താണ് ലീനിയർ ഷേപ്പാണെന്ന് പറഞ്ഞു. ലീനിയർ ഷേപ്പാണെന്ന് പറഞ്ഞു. എന്താണ് ബോണ്ട് ആംഗിൾ വരിക? 180 ഡിഗ്രി. 180 ഡിഗ്രി. ഇനി SP2 ആണെങ്കിൽ എന്താണ് വരിക? ട്രയഗണൽ പ്ലേനാർ. ട്രയഗണൽ പ്ലേനാർ. 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് അല്ലേ? ഇനി SP3 ആണെങ്കിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. എന്താണ് വരിക? ടെട്രാഹിഡ്രൽ. നമുക്ക് എക്സാമ്പിളും കൂടെ എഴുതിയിട്ട് പോവാം. ഇവിടെ ബെറീലിയം ക്ലോറൈഡ് BeCl2. ക്ലോറിൻ ഇങ്ങനെ എഴുതാൻ പാടില്ല. Cl2. ഇത് BF3. ഇത് CF4. ബോണ്ട് ആംഗിൾ ഇതിൻ്റെ എന്തായിരുന്നു? 180 ഡിഗ്രി. ഇവിടെ 120 ഡിഗ്രി. ഇവിടെ 109.5 ഡിഗ്രി. ഓക്കെ. ഇനി SP3D ആണെങ്കിലോ? SP3D ആണെങ്കിൽ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എവിടെ വയ്ക്കും? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ചെയ്യാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ് ചെയ്യാം അടുത്ത്. സോ SP3D ആണെങ്കിൽ ട്രയഗണൽ 5 ആണല്ലോ. സോ ഐഡിയൽ കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം? ട്രയഗണൽ ബൈ പിരമിഡൽ. എക്സാമ്പിൾ എന്താണ് പറഞ്ഞത് നമ്മൾ? PCl5. ഇവിടെ എന്തുണ്ടാവും? PCl5 2 ടൈപ്പ് ആംഗിൾ ഉണ്ടാവില്ലേ? സി 2 ടൈപ്പ്. ഒന്ന് എന്താണ്? ഇതെന്താണ്? ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് അല്ലേ? സോ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഈ 2 ഇക്വറ്റോറിയൽ പൊസിഷനിലുള്ള ആംഗിൾ നോക്കിയാൽ എന്താണ്? ദാറ്റ് വിൽ ബി 120 ഡിഗ്രി അല്ലേ? ഇനി പ്ലെയിനിലും ആക്സിസിലും നോക്കിയാൽ എന്താണ്? ദാറ്റ് വിൽ ബി ഇക്വറ്റോറിയലും ആക്സിയലിലും നോക്കിയാൽ 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഡിഫറൻസ്. ഇനി ഇവിടെ ഇക്വറ്റോറിയലും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് നോക്കിയാൽ എന്താണ്? ഇക്വറ്റോറിയലും ദാറ്റ് വിൽ ബി 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി. ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മറക്കുന്നില്ല. നിങ്ങൾ ഞാൻ കണ്ടു ചാറ്റിൽ ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, D&F എലമെൻറ്റ്സിൻ്റെയും ചാപ്റ്റേഴ്സ് വേണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ SP3D2 നമുക്ക് ഇതൊക്കെ പാരലലി ആപ്പിലും കൂടിയും ചെയ്താലോ? വിച്ച് മീൻസ് നമുക്ക് യൂട്യൂബിൽ ഒരു ചാപ്റ്ററും ആപ്പിൽ വേറൊരു ചാപ്റ്ററും പോയാലോ? ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ അല്ലേ? ഓക്കെ, നോക്കാം. സോ SP3D2 എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 4, 5, 6. അപ്പോൾ എന്താണ്? 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ഈ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് മാക്സിമം ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ദ ഷേപ്പ് വിൽ ബി ഒക്ടാഹിഡ്രൽ. ആൻഡ് എക്സാമ്പിൾ SF6 പറഞ്ഞു. ആൻഡ് ഇവിടെ എന്തുണ്ട്? 4 എണ്ണം പ്ലെയിനിലും 2 ബോണ്ട് ആക്സിയലും അല്ലേ? SF6 നിങ്ങൾ നോക്കിയാൽ മതി. 4 എണ്ണം പ്ലെയിനിലും 2 എണ്ണം ആക്സിയൽ പൊസിഷനിലും അല്ലേ? ഈ 4 പ്ലെയിനിലുള്ള അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ഈ 4 ഇത് തമ്മിലുള്ള, അതായത് 2 ആംഗിൾ, പ്ലെയിനിലുള്ള 2 ആംഗിൾ തമ്മിൽ. ബട്ട് ടെലിഗ്രാമിലൊന്നും പറയുന്നത് മനസ്സിലായില്ല കേട്ടോ. ടെലിഗ്രാമിൽ നമ്മൾ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. ആപ്പിലാണ് ക്ലാസ്സെങ്കിലും അതിൻ്റെ അപ്ഡേറ്റ് ഇടുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ് ആണെങ്കിലും അതിൻ്റെ അപ്ഡേറ്റ് ഇടുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇക്വറ്റോറിയൽ പൊസിഷനിലുള്ള ആംഗിൾ പറയാം. സോ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ആംഗിളെങ്കിൽ 4 ബോണ്ട് ഉണ്ടല്ലേ? സോ ദർ വിൽ ബി 90 ഡിഗ്രി ആയിരിക്കും എന്ത്? ഇത് ഇക്വറ്റോറിയൽ തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് ആക്സിയൽ ആണെങ്കിലോ, ആക്സിയൽ ബോണ്ട് ആണെങ്കിലോ അത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? 180 ഡിഗ്രിയാണ് അല്ലേ? ഇനി SP3D3 ആണെങ്കിലോ, SP3D3 ആണെങ്കിൽ 6 1 7 അല്ലേ? സോ പെൻറ്റഗണൽ
പെൻറ്റഗണൽ ബൈപിരമിഡൽ. പെൻറ്റഗണൽ ബൈപിരമിഡൽ. സോ പെൻറ്റഗണിൻ്റെ ആംഗിൾ ഡിഫറൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ ആക്സിയൽ ഇക്വറ്റോറിയൽ എന്തായിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും. പെൻറ്റഗണൽ നോക്കിയാൽ മതി. IF7 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്തായിരിക്കും ഡിഫറൻസ്? 72 ഡിഗ്രി ആയിരിക്കും. പിന്നെ രണ്ടും ആക്സിയൽ പൊസിഷനിൽ 180 ഡിഗ്രി ആയിരിക്കും. ആക്സിയൽ ആണെങ്കിൽ 180 ഡിഗ്രിയാണ് അല്ലേ? ഇനി ആക്സിയലും ഇക്വറ്റോറിയലും ആണെങ്കിലോ? ആക്സിയൽ ഇക്വറ്റോറിയൽ ആണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും ഒരു ആംഗിൾ ഡിഫറൻസ്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ആക്സിയൽ ബോണ്ടിൻ്റെ ആംഗിൾ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ എത്ര ആക്സിയൽ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഇത്ര ആംഗിളിൽ എത്ര ബോൺസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, എത്ര ബോൺസാണ് ഇത്ര ആംഗിൾ ഡിഫറൻസിലുള്ളത്, ചോദിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനേക്കാളും ഞാൻ പറയും നോക്കിയിട്ട് എഴുതി വെക്കുക. ഓക്കെ നൗ നമുക്ക് ബെറീലിയം ക്ലോറൈഡിൻ്റെ ഒന്ന് നോക്കാം. BeCl2 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. CH4 നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. സോ ബെറീലിയം ക്ലോറൈഡ് ആണെങ്കിൽ ലിഥിയം ബെറീലിയം അല്ലെ, ബെറീലിയം 4 ആണ്. സോ 4 ആകുമ്പോൾ എന്തായിരിക്കും? 1:2:2 ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിലോ? എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഞാൻ വാലൻസ് ഷെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് സെക്കൻഡ് ഷെൽ 2s2p. സോ ഇവിടെ ഒരു ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ 2p ജമ്പ് ചെയ്തു അല്ലേ. സോ ഒരു എസ് ഓർബിറ്റലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എസും പിന്നും എഴുതിയാലും വാലൻസ് ഷെല്ലിലെ ആറ്റംസ് ആയിരിക്കും എന്തിൽ ഇൻവോൾവ് ചെയ്യുക? ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുക. സോ സെക്കൻഡ് ഷെല്ലിലെ എസ് ഓർബിറ്റലും പി ഓർബിറ്റലും എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ടല്ലേ. സോ ഈ എസും പിയും എന്ത് ചെയ്യും? ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യും. സോ ദേ വിൽ ഫോം SP ഹൈബ്രിഡ് ആൻഡ് ദേ വിൽ ഫോം പറഞ്ഞു ഇവിടെ ഇടുക. എന്ത് ഫോം ചെയ്യും? 2 SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആൻഡ് റിമൈനിങ് 2 p ഓർബിറ്റൽസ് അവിടെ ഉണ്ടാവും. PYPX എന്ന് പറയാം. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഫോം ചെയ്യുന്നത് അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽസും എന്തുണ്ടാവും? ഫോം ചെയ്യും. സോ ഈ SP ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്താണ് ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്? സെയിം ഷേപ്പ് ആയിരിക്കും അല്ലേ. സോ ഇവർ തമ്മിൽ എന്ത് നടക്കും? സോ ഇവർ മാക്സിമം ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യും. ദാറ്റ് വിൽ ബി 180 ഡിഗ്രി. സോ എന്താണ്? ഇതാണ് ബെറീലിയത്തിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റൽ അല്ലെങ്കിൽ SP ഓർബിറ്റൽസ് അല്ലേ. ഈ SP ഓർബിറ്റൽസ് ആരായിട്ട് ബോണ്ട് ഫോം ചെയ്യും? ക്ലോറിൻ്റെ വാലൻസ് ഷെല്ലിൽ 2p അല്ലേ. 2p ഇനി ഒരു ഇലക്ട്രോൺ കൂടി മതിയല്ലോ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ. സോ ക്ലോറിൻ്റെ 2p ഓർബിറ്റൽ വന്നിട്ട് ഈ ഒരു ലോബിനോട് ബോണ്ട് ഓവർലാപ്പ് നടക്കും. ഇവിടെ മറ്റൊരു ക്ലോറിൻ്റെ 2p ഓർബിറ്റൽ വന്നിട്ട് ഓവർലാപ്പ് നടക്കും. സി ഇത് ലീനിയർ ആണ് കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ മൊത്തം ചെരിഞ്ഞു പോയെങ്കിലും ദാറ്റ് ഈസ് ലീനിയർ ഷേപ്പ്. 180 ഡിഗ്രി. ഓക്കെ, ലീനിയർ ഷേപ്പ്. സി ഇങ്ങനെയാണ് നടക്കുന്നത്. p ഓർബിറ്റൽസ് ആണ്. എന്ത് ഓവർലാപ്പിംഗ് ആണ്? ദാറ്റ് വിൽ ബി ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ലേ. അലോങ് ദി ആക്സിസ് ആണ് എന്ത് നടക്കുന്നത്? ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഇനി BF3 ആണെങ്കിലോ നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേഷൻ ഈ സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡ് സ്റ്റേറ്റിലേക്ക് മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റിലേക്ക് മാത്രമേ പോവുള്ളൂ. അവിടെ ഈ ലോബ്സിനോട് ആര് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ് ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നില്ലേ? ഇവിടെ എന്താണ് നടക്കുന്നത്? ബെറീലിയത്തിൻ്റെ
ബെറീലിയം ക്ലോറിൻ ബോണ്ട് എന്താണ്? ബെറീലിയത്തിൻ്റെ sp ഹൈബ്രിഡ് ഓർബിറ്റലും ക്ലോറിൻ്റെ 2p ഓർബിറ്റലും തമ്മിലാണ് എന്ത് നടന്നത്? സിഗ്മ ബോണ്ട് ഫോം ചെയ്തത്. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, BF3 ആണെങ്കിൽ ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ് അല്ലേ? സോ സെക്കൻഡ് ഷെല്ല് 1s2 2s2 2p1 2p1. സോ സെക്കൻഡ് ഷെല്ലിൽ എന്തുണ്ടാവും? 2sലാണെങ്കിൽ 2 ഇലക്ട്രോൺ, 2pയിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കാണെങ്കിൽ 2sന് 1 ഇലക്ട്രോൺ ആരിലേക്ക് പോയി? 2pയിലേക്ക് പോയി. സോ ദർ വിൽ ബി 2 ഇലക്ട്രോൺ ഉണ്ടാവും p ഓർബിറ്റൽ അല്ലേ? സോ ഒരു s ഉണ്ട്, p 3 p ഉണ്ട്. ഇവരെന്ത് ചെയ്യും? ഈ 3 ഒരു എസ്സും 2 പിയും ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഒരു പി അവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ 3 ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവും അല്ലേ? ഈ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് എവിടേക്ക് എന്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ഓവർലാപ്പിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത് അല്ലേ? സോ ഈ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും എങ്ങനെയാണ് നമ്മുടെ പ്ലെയിനിൽ അല്ലെങ്കിൽ നമ്മളെ സ്പേസിൽ നിൽക്കുക? മാക്സിമം ഡിസ്റ്റൻസിലാണ് നിൽക്കുക അല്ലേ? സോ മാക്സിമം ഡിസ്റ്റൻസ് മീൻസ് അത് 120 ഡിഗ്രിയിലാണ് നിൽക്കുക. ഡിഗ്രിയിലാണ് ഉണ്ടാവുക അല്ലേ? ഇതാണ് എന്ത്? ബോറോണിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഈ ബോറോണിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ടല്ലേ? സോ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ആര് ഓവർലാപ്പ് ചെയ്യും? ഫ്ലൂറിൻ്റെ 2p അറ്റോമിക് ഓർബിറ്റൽ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് നടക്കുക. ഓക്കെ, ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് നടക്കുക. 2pൻ്റെയും എന്തുണ്ടാവും? ഓരോ ഇലക്ട്രോൺ വെച്ചുണ്ടാവും. സോ ദേ വിൽ ഓവർലാപ്പ്. ഓപ്പോസിറ്റ് സ്പിന്നാണ് ഇലക്ട്രോൺസ്. മാം, ഈസ് ദിസ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ? ഇത് ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ഇന്ന് we discussed VBT and hybridization. This is the last part of hybridization. Okay, tomorrow we will discuss about MOT, how to find out the bond order. So ഇതൊക്കെ നമ്മൾ നാളെ പഠിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈബ്രിഡൈസേഷൻ, അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിംഗ്, സിഗ്മ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, പൈ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ? അത്രയും കോൺസെപ്റ്റ്സ് ഉണ്ട് ഇവിടെ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ എന്ത് നടന്നു? ഇവിടെ എന്ത് ബോണ്ടാണ് ഫോം ചെയ്യേ? ബോറോണിൻ്റെയും ഫ്ലൂറിൻ്റെയും സിഗ്മ ബോണ്ട് അല്ലെ? 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ബോറോണിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആരായിട്ട് ബോണ്ട് ഫോം ചെയ്തു? ഫ്ലൂറിൻ്റെ 2p അല്ലെങ്കിൽ p ഓർബിറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്തു. നമുക്ക് 2 എന്നൊന്നും കൊടുക്കണം, p ഓർബിറ്റലാണ്. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണല്ലോ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക അല്ലേ? സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. CH4 മീഥേൻ്റെ കേസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഗെയിൻ sp3d ആണെങ്കിൽ അതായത് 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. സോ 5 സിഗ്മ ബോണ്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു PCl5 അല്ലേ? നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഓക്കെ, നമ്മൾ sp2 sp3 ഇതാണ് 3 മെയിൻ കേസ്. നമ്മൾ GOC ഫസ്റ്റ് പാർട്ടിലും പറഞ്ഞിട്ടുണ്ട്. sp ആണെങ്കിൽ എന്താണ് അവിടെ s ക്യാരക്ടർ? sp ഹൈബ്രിഡ് ഓർബിറ്റൽസിലെ s ക്യാരക്ടർ എന്താണ്? പെർസെൻറ്റേജ് s ക്യാരക്ടർ 50% അല്ലേ? അതായത് 2 ഓർബിറ്റൽസ് ഉള്ളതിൽ ഒരു ഓർബിറ്റൽ എന്താണ്? s ആണ്. ദാറ്റ് ഈസ് 1/2. sp2ലാണെങ്കിലോ 3 ഓർബിറ്റൽസ് ഉള്ളതിൽ ഒന്നാണ് s. അതായത് 1/3 × 100 എത്രയാണ് കിട്ടുക? 33%. ഇനി sp3ലാണെങ്കിലോ ഔട്ട് ഓഫ് 4 1 ഈസ് s ഓർബിറ്റൽ. സോ ഇൻറ്റു 100 പറയുമ്പോൾ ദാറ്റ് ഈസ് 25%.
ഇനി നിങ്ങൾക്ക് നോക്കാം sp3 ഡിയിലാണെങ്കിലോ 5 ഓർബിറ്റലിൽ 1 മാത്രമാണ് എസ്. സോ ദർ വിൽ ബി 20% ആയിരിക്കും എന്ത് 20% ആയിരിക്കും എന്ത് എസ് ക്യാരക്ടർ അല്ലേ. നമ്മൾ പറഞ്ഞു എസ് ക്യാരക്ടർ കൂടുന്തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? എസ് പിക്ക്. ബിക്കോസ് ഇഫ് ദ എസ് ക്യാരക്ടർ ഈസ് ഇൻക്രീസിങ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ഇൻക്രീസിങ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, NH3 അമോണിയയുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? വാട്ടറിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ആൻഡ് CH4ൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ VSCPR ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത്, ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. NH3യുടെ ഷേപ്പ് എന്താണ്? എത്ര സിഗ്മ ബോണ്ടാണ് ഉള്ളത്? 3 സിഗ്മ ബോണ്ടും നൈട്രജൻ ചുറ്റും 5 ഇലക്ട്രോൺ. ആ 5 ഇലക്ട്രോണിൽ 3 ഇലക്ട്രോൺ ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്തു. റിമൈനിങ് 2 ഇലക്ട്രോൺ എന്താണ്? ലോൺ പെയർ ആയിട്ടുണ്ട്. സോ നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റെറിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ദാറ്റ് ഈസ് 3 പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ദാറ്റ് ഈസ് 1. എന്തായിരിക്കും? 4 ആണ് സ്റ്റെറിക് നമ്പർ എങ്കിൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ? ദാറ്റ് വിൽ ബി sp3. സോ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3. ഓക്കെ, ഇനി H2O നമ്മൾ നോക്കുകയാണ്. H2O നോക്കുകയാണെങ്കിൽ H2ൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഓക്സിജൻ ചുറ്റും വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. ആ 6 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ ഹൈഡ്രജനായിട്ട് ബോണ്ട് സിഗ്മ ബോണ്ടിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് 4 ഇലക്ട്രോൺ വിച്ച് മീൻസ് 2 ലോൺ പെയർ ഉണ്ട്. എന്തായിരിക്കും ഇവിടുത്തെ സ്റ്റെറിക് നമ്പർ? സ്റ്റെറിക് നമ്പർ എന്താണ്? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ദാറ്റ് ഈസ് 2 പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ദാറ്റ് ഈസ് ഓൾസോ 2. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ദാറ്റ് ഈസ് sp3 അല്ലേ. ഞാൻ എഗെയിൻ ചോദിക്കുകയാണ്. CH4 നമ്മൾ CH4 ഓൾറെഡി പറഞ്ഞു. CH4 കാർബൺ ചുറ്റും 4 ഇലക്ട്രോൺ. ഈ 4 ഇലക്ട്രോണും ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് വിൽ ബി 4 പ്ലസ് ദർ ഈസ് നോ ലോൺ പെയർ ദാറ്റ് ഈസ് 0. സോ എന്താണ് ഹൈബ്രിഡൈസേഷൻ? sp3. ഓക്കെ, ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. ചെയ്യാം. നമ്മൾ എമോട്ടിങ് കൂടി കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു സെഷൻ അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം. ഞാൻ അത് ഓൾറെഡി മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലാതെ കെമിക്കൽ ബോണ്ടിങ് കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചിട്ട് പോയി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക? നിങ്ങൾക്ക് പറ്റില്ല. ഒരു മിനിറ്റ് കൊണ്ടൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നോക്ക്. അമോണിയ, വാട്ടർ, മീഥെയ്ൻ ഈ 3നും ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഇതിൽ ഏതിനാണ് കൂടുതൽ ബോണ്ട് ആംഗിൾ? മീഥെയ്നാണോ, വാട്ടറിനാണോ, അമോണിയക്കാണോ? നമ്മൾ VSCPR വൃത്തി മനസ്സിലായ ആൾക്കാർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ബിക്കോസ് ലോൺ പെയർ റിപ്പൽഷൻ ഈസ് മോർ ആസ് കമ്പയർഡ് ടു ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ആസ് കമ്പയർഡ് ടു ബോണ്ട് പെയർ റിപ്പൽഷൻ അല്ലേ. സോ ലോൺ പെയർ റിപ്പൽഷൻ വരുമ്പോൾ ആ ലോൺ പെയറിനെ മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാനേ നോക്കുള്ളൂ. ബോണ്ട് പെയർ റിപ്പൽഷൻ എന്താണ്? കുറവാണ് അല്ലേ. സോ ആർക്കായിരിക്കും കൂടുതൽ ബോണ്ട് ആംഗിൾ? CH4-നായിരിക്കും. ടെട്രാഹൈഡ്രലിൻ്റെ ബോണ്ട് ആംഗിൾ എന്താണ്? 109.5 ഡിഗ്രി അല്ലേ. ഇവിടെ എല്ലാം ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ, ലോൺ പെയർ ഒന്നുമില്ല. സോ ബോണ്ട് ആംഗിൾ ഇതിനാണ് കൂടുതൽ. ഇനി ഇപ്പോൾ NH3 നോക്കുക. NH3ക്ക് ഒരു ലോൺ പെയറേ ഉള്ളൂ, പക്ഷേ വാട്ടറിന് 2 ലോൺ പെയർ ഉണ്ട്. സോ അവർ കൂടുതൽ ഡിസ്റ്റൻസിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും?
ഇവിടെ ബോണ്ട് ആംഗിൾ തമ്മിൽ കുറയും. നമുക്ക് ആകെ 360 ഡിഗ്രിയേ ഉള്ളൂ. ഇവരെ മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ കുറച്ച് അടുത്തേക്ക് വരും. ബിക്കോസ് ബോണ്ട് പെയർ റിപ്പൽഷനാണ് കുറവ് അല്ലേ. കൂടുതൽ എന്താണ്? ലോൺ പെയർ റിപ്പൽഷൻ. സോ അവരെ മാക്സിമം ദൂരത്തിൽ നിൽക്കാൻ ശ്രമിക്കും. സോ ഇവിടെ ഒരു ലോൺ പെയർ ഉള്ളൂ. സോ അമോണിയയുടെ ബോണ്ട് ആംഗിൾ അറൗണ്ട് 107 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ. ദെൻ H2O ആണെങ്കിൽ H2ൻ്റെ ബോണ്ട് ആംഗിൾ എന്താണ്? H2ൻ്റെ ബോണ്ട് ആംഗിൾ എന്താണ്? 104.5 ഡിഗ്രി. സി, ബിക്കോസ് ദർ ഈസ് 2 ലോൺ പെയർസ്. ലോൺ പെയർ റിപ്പൽഷൻ ഈസ് മോർ. ഇവിടെ എന്താണ്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനേ ഉള്ളൂ അല്ലേ. സോ ബോണ്ട് ആംഗിൾ ആർക്കാണ് കൂടുതൽ? CH4-നാണ്. ഇതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ XeO3 XeO2F2 ഇതിന് രണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പറയാൻ പറ്റുമോ? VSEPR അനുസരിച്ച് മൾട്ടിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആ ബോണ്ട് സിംഗിൾ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് നമുക്കിപ്പം ഓക്സിജൻ നമ്മൾ ജനറലി പറഞ്ഞു ഹാലജൻസും ഹൈഡ്രജനും എന്താണ് ഫോം ചെയ്യുന്നത്? മോണോവാലൻ്റ് ആണ് അല്ലേ. മോണോവാലൻ്റ് ആണ്. സോ സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്സിജനും സൾഫറൊക്കെ ആണെങ്കിൽ ഡൈവാലൻ്റ് ആണ്, ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ മൾട്ടിപ്പിൾ ബോണ്ട് ആണെങ്കിൽ പ്രൈമറി ബോണ്ട് കഴിഞ്ഞ് വരുന്നതൊക്കെ പൈ ബോണ്ടാണ് അല്ലേ. നമ്മൾ സ്റ്റെറിക് നമ്പർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? സ്റ്റെറിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ്. അതായത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? മൾട്ടിപ്പിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ ബോണ്ട് കഴിഞ്ഞ് വരുന്നതൊക്കെ പൈ ബോണ്ട് അല്ലേ. ഓക്കെ. സോ XeO3ൻ്റെ ഷേപ്പ് നമ്മൾ ഓൾറെഡി VSEPR പഠിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പറയാൻ പറ്റുമോ? സെനോണ് ചുറ്റും 8 ഇലക്ട്രോൺ. ആ 8 ഇലക്ട്രോണിൽ ഓക്സിജൻ എന്താണ്? ഡൈവാലൻ്റ് ആണല്ലോ. സോ 2 ഇലക്ട്രോൺ വെച്ച് ഓരോ ഓക്സിജനും പോവും അല്ലേ. സോ ബാക്കിയുള്ളത് എന്താണ്? 2 ഇലക്ട്രോൺ. 6, 2, 8. സോ നമുക്ക് ഹൈബ്രിഡൈസേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 6 ഇലക്ട്രോൺ ആര് പോയി? ബോണ്ടിങ്ങിൽ പോയി. പക്ഷേങ്കിൽ 3 ഇലക്ട്രോണേ സിഗ്മ ബോണ്ടിങ്ങിൽ പോകുന്നുള്ളൂ അല്ലേ. വിച്ച് മീൻസ് 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. റിമൈനിങ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺ, അതായത് 1 ലോൺ പെയർ. സോ ദർ വിൽ ബി 3 സിഗ്മ ബോണ്ട് പ്ലസ് 1 ലോൺ പെയർ ഉണ്ട്. സ്റ്റെറിക് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 4 ആണ് അല്ലേ. സ്റ്റെറിക് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ 4 ആണ്. എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? sp3. സ്റ്റെറിക് നമ്പർ 4 ആണ് വന്നേ. സോ ദി ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3 അല്ലേ. ഇനി XeO2F2 നോക്കിയേ. XeO3യുടെ ഷേപ്പ് എന്താണ്? ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പറഞ്ഞേ. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. XeO2F2 ഓക്സിജൻ ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ 4 ഇലക്ട്രോൺ ഓക്സിജൻ തന്നെ കൊടുത്തു. ബാക്കിയുള്ള 2 ഇലക്ട്രോൺ ഫ്ലൂറിന് പോയി. സോ ഇവിടെ എന്താണ്? ഓക്സിജനായിട്ട് 2 ഇലക്ട്രോൺ ആണ് സിഗ്മ ബോണ്ടിന് കൊടുത്തത്. ഓക്സിജനായിട്ട് 2 ഇലക്ട്രോൺ സിഗ്മ ബോണ്ടിനും കൊടുത്തു. പ്ലസ് ഫ്ലൂറിനായിട്ട് 2 ഇലക്ട്രോൺ സിഗ്മ ബോണ്ടിനും കൊടുത്തു. സോ 4 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? 4 ഇലക്ട്രോൺ ടോട്ടൽ 4 ഇലക്ട്രോൺ സിഗ്മ ബോണ്ടിന് കൊടുത്തു. ഇനി എന്തെങ്കിലും ലോൺ പെയർസ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒരു ലോൺ പെയർ ഇല്ലേ? 2, 4, 6 ഒരു ലോൺ പെയർ ഉണ്ട്. സോ 4 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയർ. സോ സ്റ്റെറിക് നമ്പർ വിൽ ബി 5. സോ ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3d. ഓക്കെ. sp3d. ഗോട്ട് ഇറ്റ്. നിങ്ങൾ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇനി
നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഹോംവർക്ക് എന്താണ് XCF2. ഓക്കെ, XCF2ൻ്റെ ഹൈബ്രിഡൈസേഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. ഹൈബ്രിഡൈസേഷൻ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പറയാം. ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. ഓക്കെ, ഇനി നമ്മൾ CO2 ഫോം ചെയ്യുന്നൊരു കാര്യം പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ഷേപ്പ് എന്താണ്? ലീനിയർ ഷേപ്പാണ് അല്ലേ? സോ ഓക്സിജൻ ഡൈവാലൻ്റ് ആണ്. സോ എത്ര സിഗ്മ ബോണ്ട് ഉണ്ടാവും? 2 സിഗ്മ ബോണ്ട് ഉണ്ട്. 2 സിഗ്മ ബോണ്ട്. കാർബണിന് ചുറ്റും 4 ഇലക്ട്രോണുകളിലും 2 സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ടും ഇൻവോൾവ് ചെയ്യുന്നു. അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. സോ 2 സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ടാണ്. സോ ലോൺ പെയർസ് ഒന്നുമില്ല. സോ ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി SP ഹൈബ്രിഡൈസ്ഡ് അല്ല. കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP ആണ്. SP ആണ് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ഓക്സിജൻ്റെ ഏത്? ഓക്കെ, നമുക്ക് പറയാം. ആദ്യം കാർബൺ പറയാം. കാർബൺ 6 1s2 2s2 2p2 ദാറ്റ് ഈസ് 2s 2p അല്ലേ? സോ 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ ഇവിടെ 2 ഇലക്ട്രോൺ. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ 2sൽ 1 ഇലക്ട്രോൺ, ബാക്കി 1 ഇലക്ട്രോൺ എങ്ങോട്ട് എക്സൈറ്റ് ചെയ്ത് പോകും? 2pയിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോകും അല്ലേ? 2pയിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോകും. സോ ഇത് S, this will be Px Py Pz. Px Py Pz. ഓക്കെ, നമുക്കിത് PZ ആയിട്ട് എടുക്കാം. ദിസ് ഈസ് PZ, ദിസ് ഈസ് Px ആയിട്ട് എടുക്കാം. ഓക്കെ ദെൻ ഹൈബ്രിഡൈസേഷൻ SP ആണല്ലേ? സോ ഈ 2 ഓർബിറ്റൽസും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും? SP ഹൈബ്രിഡൈസ്ഡ്. 2 SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും ഉണ്ടാവും. ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുണ്ട്? PXും PYയും ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തുണ്ട്? ഒരു ഓഡ് ഇലക്ട്രോൺ വെച്ച് ഓരോ ഓർബിറ്റൽസിലും ഉണ്ട്. ഇവിടെ SPയിലും 2 ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട് അല്ലേ? ഈ ഓക്സിജൻ, ഇപ്പോൾ നമുക്ക് ഓക്സിജൻ നോക്കാം. ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ 8 1s2 2s2 2p 4 2s then 2p S എന്ന് മാത്രം പറയാം. 2p 1 2 1 2 3 4 അല്ലേ? 4. സോ ഇവിടെ എന്ത് നടക്കും? കാർബണ് SP ആണ് ഹൈബ്രിഡൈസേഷൻ. സോ SP ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ലീനിയർ ആയിരിക്കും ഷേപ്പ്. ദിസ് ഈസ് ദി, കുറച്ചും കൂടി മെനയിൽ വരയ്ക്കാം. ഇതാണെന്ത്? SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അല്ലേ? കാർബണിൻ്റെ SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. 2 ഓക്സിജൻ ഉണ്ട്. സോ ഓക്സിജൻ്റെ ഇത് PZ ആണ്. 2 ഓക്സിജൻ ഉണ്ട് പറയാം. ഇത് PZും ഇത് PYയും ആണ് കൺസിഡർ ചെയ്യുക. ഇവിടെയുള്ള രണ്ടാമത്തെ ഓക്സിജൻ ഞാൻ വരയ്ക്കുകയാണ്. ദിസ് ഈസ് ഓൾസോ അനദർ ഓക്സിജൻ. ഇതിന് ഞാൻ ഇൻവേർട്ട് ചെയ്ത് വരയ്ക്കും. ഓക്കെ, സോ ദിസ് ഈസ് PZ, ദിസ് ഈസ് ഓൾസോ PY. ഓക്കെ, ഇത് ഞാൻ പറയാണ്. SP അല്ലേ? 2 ലോബ്സ് ഉണ്ട്. ഈ PZും ഈ ഓക്സിജൻ്റെ PZും തമ്മിൽ എന്ത് നടക്കും? ഇവിടെ ആക്സിയൽ ഓവർലാപ്പിംഗ് നടക്കും. ഇവർക്ക് 1 ഇലക്ട്രോൺ. ഓക്കെ, അതായത് ഫബിൽ ഹൈ ഞാൻ കണ്ടു. നമ്മൾ CO2യുടെ എങ്ങനെയാണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതെന്നുള്ള കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ SP ഓവർലാപ്പിംഗ് ഇവിടെ എന്ത് നടന്നു?
ഇവിടെ എന്ത് നടന്നു? കാർബണിൻ്റെ എസ് പിയും ഓക്സിജൻ്റെ പി സെഡും തമ്മിൽ, അല്ലെങ്കിൽ ഒരു പി ഓർബിറ്റലും തമ്മിൽ എന്ത് കിടന്നു? സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. സോ കാർബൺ ഫസ്റ്റ് എന്ത് ഫോം ചെയ്തു? 2 ഓക്സിജൻ തമ്മിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒക്ടേറ്റ് കംപ്ലീറ്റ് അല്ല. സോ അവർ തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും അല്ലേ? സോ ദ നെക്സ്റ്റ് ബോണ്ട് വിൽ ബി പൈ ബോണ്ട്. പൈ ബോണ്ട് എങ്ങനെയാണ്? ഇവിടെ പി വൈ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? പി വൈ ഉണ്ട്, ഇവിടെയും ഒരു പി വൈ ഓർബിറ്റൽ സിംഗിളി ഒക്കുപ്പൈഡ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ആൻഡ് ഇവിടെ എന്തുണ്ട്? കാർബണിന് ഒരു പി എക്സ് ഉണ്ട്, ഒരു പി വൈ ഉണ്ട്. സോ നമുക്ക് ഇവിടെ പി എക്സും പി വൈ ആണ്. സോ ഒന്നിനെ നമുക്ക് പി എക്സ് ആയിട്ട് എടുക്കാം അല്ലേ? സോ കാർബണിന് പി എക്സ് പി എക്സ് ഇത് എക്സ് ഓർബിറ്റലായിട്ട് എടുത്തു. ദെൻ ഇത് നമ്മൾ വൈ ഓർബിറ്റൽ, ദിസ് ഈസ് പി എക്സ്, ദിസ് ഈസ് പി വൈ ആയിട്ട് എടുക്കാം. സെയിം ഇവിടെ എന്തുണ്ട്? പി എക്സ് ആൻഡ് പി വൈ രണ്ടും ഞാൻ റെഡിൽ വരച്ചു. പി വൈ ഇവിടെ പി വൈ പി എക്സ്. ഓക്കെ, സോ ഇത് ഇവിടെ നമുക്ക് പി എക്സ് എടുക്കാം. പി എക്സ് ഇത് പി വൈ ആണെന്ന് പറയാം. ദിസ് ഈസ് പി എക്സ് പി വൈ ആണെന്ന് പറയാം. സോ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി ഇതിൻ്റെ പി എക്സിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ പി വൈ ആണോ? ഓക്കെ, ഇവിടെ നമ്മുടെ കാർബണിൽ പി എക്സിലും പി വൈയിലും ഓരോ സിംഗിളി ഒക്കുപ്പൈഡ് ആയിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ പി എക്സിലാണെങ്കിൽ ഡബിൾ ബോണ്ടും ഡബിളി ഒക്കുപ്പൈഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണും പി വൈ, ദിസ് ഇസ് പി വൈ പി എക്സ്. പി എക്സിൽ എന്തുണ്ട്? സിംഗിളി ഒക്കുപ്പൈഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ പി വൈയിൽ സിംഗിളി ഒക്കുപ്പൈഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണും പി എക്സിൽ ഡബിളി ഒക്കുപ്പൈഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസും ഉണ്ട്. സോ ഇവരെന്ത് ചെയ്യും? പി വൈ പി വൈ പി വൈ പി വൈ പൈ ബോണ്ട് നടക്കും. പി വൈ പി വൈ പി വൈ പി വൈ പൈ ബോണ്ടും. ഇവിടെ എന്തുണ്ട്? പി എക്സ് പി എക്സ് പി എക്സ് പി എക്സ് പി എക്സ് പി എക്സ് പൈ ബോണ്ടും. So this will be pi bond, and there is sp sigma bond. പിന്നെ കാർബണും ഓക്സിജനും തമ്മിൽ spp സിഗ്മ ബോണ്ട് ഉണ്ടാവും. കൂടാതെ രണ്ട് PP പൈ ബോണ്ട് ഉണ്ടാവും. 2 CO പൈ ബോണ്ടില്ലേ? സോ 2p PP pi bond will be there. Okay, got it? Okay, GOC ഇനി എപ്പോൾ വരും? അടുത്തന്നെ വരും, പേടിക്കണ്ട കേട്ടോ, അടുത്തന്നെ വരും. നിങ്ങൾ ഇത്രയും ഡിമാൻഡ് പറയുമ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്യണ്ടേ? സോ കെമിക്കൽ ബോണ്ടിങ് എന്തുകൊണ്ട് കൊണ്ടുവന്നു ചോദിച്ചാൽ ഓൾറെഡി വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. കൂടാതെ +1 ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ്. അതുകൊണ്ടാണ് കെമിക്കൽ ബോണ്ടിങ് കൊണ്ടുവന്നത്. മീൻസ് 4 to 5 ക്വസ്റ്റ്യൻസ് മിനിമം എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് മോർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മീൻസ് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ CO2 മോളിക്യൂൾ എങ്ങനെ ഫോം ചെയ്യുന്നു, എങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിംഗ്, എങ്ങനെയാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ GOCൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ റിയാക്ഷൻ മെക്കാനിസം കൂടാതെ ഇനിയുള്ള GOC പാർട്ടൊക്കെ നമ്മൾ വരും. നിങ്ങൾ എല്ലാവരും ഭയങ്കര ഡിമാൻഡാണ്. കോർഡിനേഷൻ ചോദിച്ചവരുണ്ട്, മീൻസ് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ചോദിച്ചവരുണ്ട് അല്ലേ?
ഓക്കെ, 3 കണ്ടു. ഓക്കെ, താങ്ക് യു. നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, ആപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പാരലലി നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞല്ലേ. ഇനി നേരത്തെ ഒരാൾ ചോദിച്ച മീൻസ് ആരാണ് നോക്കട്ടെ, ഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാം, നമുക്ക് പൈ ബോണ്ട് ഉണ്ടാവുന്ന സമയത്ത് പി പൈ ബോണ്ടാണോ പി പൈ ഡി പൈ ബോണ്ടാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? സോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്യാം. എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ് നടന്നതെങ്കിൽ വിച്ച് മീൻസ് ഒരു എസും ഒരു പിയും അല്ലേ. സോ റിമൈനിങ് എന്തുണ്ട്? 2 പി ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാം? അവിടെ പി പൈ ബോണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറയാം. ഇനി sp2 ആണെങ്കിലോ ഒരു പി ഓർബിറ്റൽ ഉണ്ടല്ലേ. സോ അവിടെ എന്തുണ്ട്? പി പൈ ഒരു സെൻട്രൽ ആറ്റത്തിന് ഒരു പി ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യാണ്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. രണ്ട് എസ് പി ഉണ്ട്, 2 പി ഓർബിറ്റൽ ഇവിടെ ഉണ്ട് അല്ലേ. sp2 ആണെങ്കിൽ 3 sp2 ഓർബിറ്റൽസ് ഉണ്ട്. പിന്നെ ഒരു പി ഉണ്ട് അല്ലേ. സോ സെൻട്രൽ ആറ്റത്തിൻ്റെ കേസിലാണ് നമ്മളിത് പറയുന്നത്. സോ ഇവിടെ എന്തുണ്ട്? പി പൈ ബോണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഉണ്ടാവുന്ന ബോണ്ട് പി പൈ ആണ്. ഓക്കെ, സോ നമ്മൾ സറൗണ്ടിങ് ആറ്റത്തിനെയും കൂടി കൺസിഡർ ചെയ്യണം കേട്ടോ. ദെൻ സെൻട്രൽ ആറ്റത്തിന് ഒരു പി ഉണ്ടെങ്കിൽ, ഒരു പി ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യാണ്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കാം? പി പൈ ബോണ്ടും ഉണ്ടാവാം, പി പൈ ഡി പൈ ബോണ്ടും ഉണ്ടാവാം. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, സെക്കൻഡ് പീരിയഡിലുള്ള എലമെൻറ്റ്സിന് എന്ത് മാത്രമേ ഉള്ളൂ? 2sഉം 2pയും മാത്രമേ ഉള്ളൂ. സോ അവർക്ക് പി പൈ ബോണ്ട് ഫോം ചെയ്യാനുള്ള കേസ് മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഡി ഓർബിറ്റൽസ് ഇല്ല അല്ലേ. നൗ sp3 ആണെങ്കിൽ 4 ഓർബിറ്റൽസും എന്താണ്? sp3 ആണ് അല്ലേ. അതായത് ഒരു എസും 3 പിയും ഓൾറെഡി ഇൻവോൾവ് ആയി കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി ഇൻവോൾവ് ആയി കഴിഞ്ഞു. പിന്നെ ഇനി ഇൻവോൾവ് ചെയ്യാനുള്ളത് എന്താ? സെക്കൻഡ് പീരീഡ് അല്ല, ഇനി തേർഡ് പീരീഡിൽ ഡി ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? ഡി പൈ പി പൈ ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. ഓക്കെ 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 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ? നമ്മുടെ ഏകദേശം സെഷൻ VBT ഹൈബ്രിഡൈസേഷൻ ഓൾമോസ്റ്റ് ഓവറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ MOT സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. MOT നിങ്ങൾക്ക് MOT ടഫായിട്ട് തോന്നാറുണ്ടോ? കെമിക്കൽ ബോണ്ടിങ് സെഷൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നുന്ന പോർഷൻ ഏതാണ്? കെമിക്കൽ ബോണ്ടിങ്ങിൽ ടഫാണെന്ന് തോന്നുന്ന പോർഷൻ ഏതാണ് പോർഷൻ? XeO4ൽ xenon ഓക്സിജൻ 4 സിഗ്മ ബോണ്ട് 4 പൈ ബോണ്ട് ഉണ്ടല്ലേ അല്ലേ. ഇവിടെ xenon എന്താണ്? സെക്കൻഡ് പീരീഡ് അല്ല ഓൾറെഡി. സോ അതിനെന്തുണ്ടാവും? ഡി ഓർബിറ്റൽസ് ഉണ്ടാവും അല്ലേ. സോ xenoniനുള്ള ഡി ഓർബിറ്റൽസും ഓക്സിജനുള്ള പി ഓർബിറ്റൽസും എന്ത് നടക്കാം? അവിടെ പൈ ബോണ്ട് നടക്കാം. xenonൻ്റെ ഡി ഓർബിറ്റൽസിലുള്ള ഡി ഓർബിറ്റൽ സിംഗ്ലി ഒക്കുപ്പൈഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡബ്ല്യു ഒക്കുപ്പൈഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിലും എന്ത് നടക്കാം? ഡബ്ല്യു ഓർബിറ്റൽ ആണെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യും, കോർഡിനേറ്റ് ബോണ്ട് അല്ലേ. അല്ലെങ്കിൽ സിംഗ്ലി ഒക്കുപ്പൈഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? പാരലലി അല്ലെങ്കിൽ കൊളാറ്ററലി ഓവർലാപ്പിംഗ് നടക്കും, പൈ ബോണ്ട് വിൽ ഫോം അല്ലേ. സോ ഇവിടെ എന്തായിരിക്കും? ഡി പൈ പി പൈ ബോണ്ട് ഫോം ചെയ്യാനുള്ള
ചാൻസസ് ആണ് കൂടുതൽ. സോ നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം ഏത് പൈ ബോണ്ട് ആയിരിക്കാം. സോ നിങ്ങൾ ഓർക്കേണ്ടത് sp3 കഴിഞ്ഞ് sp3d വരുമ്പോൾ ഏത് d ഓർബിറ്റലാണ് ഇൻവോൾവ് ചെയ്യുന്നത്? dz². d2 ആണെങ്കിൽ dz² ആൻഡ് dx² - y². sp3 d3 ആണെങ്കിൽ dz² dx² - y² ആൻഡ് dxy. ഓക്കെ ഓക്കെ. സോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഹോംവർക്ക്. എക്സി F4 ആണോ ചോദിച്ചത് F2 ആണോ ചോദിച്ചത്? യെസ് F2. എക്സി F2ൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? കമൻറ്റ് ബോക്സിൽ പറയണം. എനിക്ക് വേണം ആൻസർ. എനിക്ക് മനസ്സിലായോ നോക്കണ്ടേ? എന്താണ് ഹൈബ്രിഡൈസേഷൻ? സ്റ്റെറിക് നമ്പർ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈബ്രിഡൈസേഷൻ എത്രയാണെന്ന് മീൻസ് എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് കണ്ടുപിടിക്കാം. സ്റ്റെറിക് നമ്പർ എത്രയാണോ അത് വെച്ച് നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. സോ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ഹെൽപ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയുക അല്ലെങ്കിൽ കമൻറ്റിൽ പറയുക. ഓൾറെഡി നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു ലാസ്റ്റ് ലാപ്പിൽ എത്തിയിട്ടുണ്ട്. MOTയും ഹൈഡ്രജൻ ബോണ്ടിങ്ങും മാത്രമേ ഇനി പെൻഡിങ് ആയിട്ടുള്ളൂ നമുക്ക്, അല്ലേ? സോ ഐ ഹോപ്പ് ഓൾ ദിസ് സെഷൻ ഈസ് ക്ലിയർ. എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ കോൺസെപ്റ്റ്സ് ഇവിടെയാണ് പഠിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ സെഷൻ എവിടെയാണ് ചെയ്യുന്നത്? ആപ്പിലാണ് ചെയ്യുന്നത്. ഓൾറെഡി 3 ക്വസ്റ്റ്യൻ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പ്രാക്ടീസ് സെഷൻ ആപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൽ പോയിട്ട് അത് കാണാം. ഓക്കെ, ആപ്പ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ അതായത് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ നോട്ട്സും ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആപ്പിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ആപ്പിൽ കയറാം. ആൻഡ് അഗെയിൻ അവിടെ സെർച്ച് ചെയ്യുക നിക്കിത. സോ യു വിൽ ഗെറ്റ് മൈ പ്രൊഫൈൽ. അവിടെ ഫോളോ ചെയ്യുക. സോ നിങ്ങൾക്ക് ഞാൻ എടുത്ത ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ കാണുക. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി ചെയ്യുക. പ്രാക്ടീസ് സെഷൻ പ്രാക്ടീസ് ഈസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അത്രയും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടണം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ തന്നെ പ്രയത്നിക്കേണ്ടേ, മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 13 to 14 hours എങ്കിലും പഠിക്കണം. ഇൻക്ലൂഡിങ് ലെക്ചേഴ്സാണ്, അത് ഇൻക്ലൂഡിങ് ക്ലാസ് അവേഴ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. സെൽഫ് സ്റ്റഡിക്കുള്ള അവേഴ്സ് നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക. ക്ലാസ് അടക്കം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് അടക്കമാണ് 13 to 14 hours പറയുന്നത്. സോ നിങ്ങൾ സെൽഫ് സ്റ്റഡിക്ക് മാക്സിമം ടൈം കൊടുക്കുക. മാക്സിമം NCERT ലൈൻ ബൈ ലൈൻ വായിക്കുക. ഓക്കെ, NCERTയിൽ അതേ ലൈൻസ് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അസേർഷൻ റീസണിൽ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു പ്രാക്ടീസ് സെഷൻ നമ്മൾ ആപ്പിൽ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഗോ ടു ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ലിങ്ക് ഉണ്ടാവും. പോവുക, നികിത സെർച്ച് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അഗെയിൻ നമ്മൾ ഇതിൻ്റെ പ്രാക്ടീസ് സെഷനും വരുന്നതായിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ ഇന്നലെ നമ്മൾ ഓൾറെഡി 35 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഐ തിങ്ക് നിങ്ങളെല്ലാവരും എക്സോസ്റ്റഡ് ആയി, ഞാനും. So we can wind up the session and we will see you tomorrow with MOT and hydrogen bonding. Okay, and application നമുക്ക് പഠിക്കാണ്ട് പുതിയ നീറ്റ് സിലബസിലെ application of hydrogen bonding അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് ഓൾസോ. സോ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ വി വിൽ വൈൻഡ് അപ്പ്. താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്.